വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർന്ന് വരികയാണ്. KCTA കോട്ടയം കണ്ടക്ട് ചെയ്യുന്ന വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ വെബിനാറിൻ്റെ ആദ്യത്തെ ദിവസമാണിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യത്തിൻ്റെ തലത്തെ കൂടുതൽ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു വലിയ കർത്തവ്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഇന്ന് ഒത്തിരി മഹത് വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് KCTA കേരള ഘടകവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ മനോഹർ ലാൽ സാറുണ്ട്, രാജേന്ദ്രൻ സാറുണ്ട്, അതുപോലെ തന്നെ ജോസഫ് ജോൺ സാറുണ്ട്. KCTAയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള പല വ്യക്തിത്വങ്ങളും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ഇത് ഭാഗമാകാൻ. അതോടൊപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷിതരായിട്ടുള്ള വ്യക്തികളും മറ്റ് KCTA ഭാരവാഹികളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ദിവസത്തിൽ, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തുമായി നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ഈ ദിവസത്തിൽ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയവരെ സ്വീകരിക്കാനും എല്ലാം നമ്മളുടെ കോട്ടയത്തിൻ്റെ ജില്ലാ ഘടകം വളരെ സന്തോഷത്തോടെ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി കോട്ടയത്തിൻ്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അനിയമ്മ ജോർജ് മാമത്തിൽ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. എത്രയും പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ആഴ്ചത്തെ 10 ദിവസത്തേക്ക് ആക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആ പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ ഒരു പുതിയ തുടക്കം കോട്ടയം ജില്ലയിൽ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഒത്തിരിയധികം സാബു സാറ്, ഞാൻ ഹസനമാമൻ ഒരു പക്ഷേ ഇന്നലെ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. എന്നാലും ഇത്ര വരെ എത്തിക്കാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചതിൽ ഒത്തിരിയധികം സന്തോഷിക്കുന്നു. ദൈവത്തിന് നന്ദി. ആദ്യമേ തന്നെ എൻ്റെ ഗുരുക്കന്മാർക്ക്, വന്നിരിക്കുന്ന എല്ലാ ഓഡിയൻസിനും ഒത്തിരി താങ്ക്സ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ അധികം സമയം കളയുന്നില്ല, കാരണം നമുക്ക് ക്ലാസ്സിനാണ് പ്രാധാന്യം. അപ്പോൾ സാറിന് പ്രത്യേകിച്ചും നമുക്ക് വാല്യബിളാണ്. സോ നമുക്ക് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യമായി നമ്മുടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നതും ഒപ്പം KCTAയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയ മനോഹർ സാർ ലാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമുക്കുള്ള 3 വൈസ് പ്രസിഡന്റുമാരാണ്. രാജേന്ദ്രൻ സാർ, ജോസഫ് ജോൺ സാർ, സജി സാറസ്. ആ 3 വൈസ് പ്രസിഡന്റുമാരെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയ ഉഷമാം, അവനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. നമുക്ക് സംസാരിക്കാനുള്ള ടൈം പോലും ഇല്ലായിരുന്നു. ബട്ട് സാരില്ല, ടൈം ഉണ്ടാവും. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. മാമിനെ സന്തോഷപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാർ. ഞാൻ എല്ലാവരും പേര് പറയുന്നേ ഉള്ളൂ, ഒന്നിച്ചങ്ങ് പറയുകയാണ് കേട്ടോ, ടൈമിൻ്റെ വില പിടിപ്പുകൊണ്ട് മാത്രം. ദയവായിട്ട് ക്ഷമിക്കുക, സഹകരിക്കുക. PV ജോസഫ് സാറ്, ആനീഷ് ദീപ്തി മാമ, ബോബൻ സാറ്, 3 സെക്രട്ടറിമാരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റേറ്റ് ട്രഷററായി വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അബ്ദുൾ ലത്തീഫ് സാറാണ്. സാറിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തു. സ്റ്റേറ്റ് മെമ്പേഴ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ, സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ്, ഞങ്ങൾ വെറും ശിശുക്കളാണ്. ഞങ്ങളൊരു ന്യൂ ബോൺ ചെയ്തിട്ട് പോലും, എന്താ പറയുന്നത്, 1 മാസം പോലും പ്രായമുള്ള ഒരു ജില്ലയല്ല കോട്ടയം. പക്ഷേ എല്ലാം ദൈവഹിതം. സോ
ബാക്കി നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നതും ഇനി ലേറ്റായി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ ആൾക്കാരെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും KCTA-ക്ക് വേണ്ടിയും എല്ലാ മേൽനോട്ട ആൾക്കാരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിയുന്ന മാക്സിമം എല്ലാ പ്രാവശ്യത്തിലും വിങ്സുമായി യോജിച്ച് പോകാൻ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം നമുക്ക് ശാരീരിക ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ മാനസികാരോഗ്യവും ശരിയായി നിൽക്കുള്ളൂ. അപ്പം അതിനെക്കുറിച്ചൊരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നമ്മളെ എത്രയും ഹെൽപ്ഫുള്ളായിട്ടാണ് ഇന്ന് മെയിൻലി ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് നമ്മുടെ ഡോക്ടർ മനോഹർ ലാൽ സാറ് നമുക്ക് ക്ലാസ് തരുന്നത്. എല്ലാവരും ശ്രദ്ധയോടെയും കൂർമ്മതയോടെയും കഴിവിൻ്റെ മാക്സിമം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ കൂടി ആഗ്രഹിക്കുന്ന വിധം കേൾക്കുകയും അതിനെ സ്വീകരിക്കുകയും നമുക്ക് വേണ്ടത് സപ്പോർട്ട് തരികയും സബു കാർലൻ സാറിനെ പ്രത്യേകം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ബിഗ് താങ്ക്സ്. സോ സാറിനെയും ഓൾവേസ് വെൽക്കം. സോ ലേറ്റ് ആയിപ്പോയി, സോറി. അപ്പം ഞാൻ സമയം കളയുന്നില്ല. സാർ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർ സർ. താങ്ക് യു. ഒരു സെക്കൻഡ് ഡോക്ടർ മനോഹർ ലാൽ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. KCTA എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു കൊണ്ട് കേരളത്തിൻ്റെ പൊതുജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന സേവനങ്ങളെ എത്ര പറഞ്ഞാലും കുറവാകുന്നില്ല. അത്രമാത്രം പ്രോഗ്രാംസാണ് സാറിൻ്റെ കെയർ ഓഫിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. MSc സൈക്കോളജി, അതുപോലെ MSc യോഗ, സൈക്കോളജിയിൽ PhD, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, അതോടൊപ്പം മൈൻഡ്ഫുൾ കോച്ച്, ഒരു ട്രെയിനർ, ഒരു ചീഫ് കൺസൾട്ടൻ്റ്, ഇങ്ങനെയുള്ള പല നിലകളിൽ KCTA-യുടെ ഭാഗമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ ഡോക്ടർ ലാൽസ് എന്ന് പറയുന്ന കൗൺസിലിംഗ് ആൻഡ് ഹോമിയോപ്പതി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും കോഴിക്കോട് രാമനാട്ടുകര സ്വദേശത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സെർവ് ചെയ്യുന്നു. വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് സാറുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. 2019 പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് വിന്നറും കൂടിയാണ്. സോ അത്രയും ജനപങ്കാളിത്തമുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന നിലയിൽ ഡോക്ടർ മനോഹർ ലാൽ സാറിനെ വളരെ സ്നേഹത്തോടെ സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മനോഹർ ലാൽ സാർ, യു ആർ വെൽക്കം. ഓക്കെ സാർ, താങ്ക് യു ആൾ. ഞാനിവിടെ ഒരു ക്ലാസ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഒരു ഇതിന് കൂടെ വയ്ക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് പരസ്പരം സംസാരിക്കാം. കുറെ നമ്മ ജ്യോതി മാം പറഞ്ഞ മാതിരി കുറെ കാലത്തിന് ശേഷമാണ് നേരിട്ട് സൂമിലൂടെ കാണുന്നത്. അപ്പൊ എല്ലാവരും കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തത്. 2 ദിവസം മുമ്പാണ് എന്നോട് സാബു സാർ ഇങ്ങനെ ഒരു ആവശ്യം അവരെ അനിയമ്മ മാമും ഇവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് വേഗം തന്നെ സമ്മതിച്ചു. കാരണം നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം, ഒരു പുതിയ സംഘടനയാണ്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ള വ്യക്തികളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് ആളുകൾ നമുക്ക് നമ്മുടെ സംഘടനയിൽ ചേരാനുണ്ട്. കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഒന്ന് പുതിയത് ഉണ്ടാക്കേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ ട്രാൻസ്പാരന്റ് ആയി നമ്മൾ പറഞ്ഞ നേരിന്റെ വഴിയിലൂടെ വളരെ ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയ്ക്ക് നമ്മൾ മാറ്റണം. അതിന് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾ ഈ ഫീൽഡില് സൈക്കോളജിസ്റ്റ് ആയിട്ടും കൗൺസിലേഴ്സ് ആയിട്ടും ട്രെയിനേഴ്സ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, മെന്റേഴ്സ് ആയിട്ടൊക്കെ. അപ്പൊ ഇവരെല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നത് വലിയൊരു ദൗത്യമാണ് നമ്മുടെ മുമ്പിൽ. കാരണം സൈക്കോളജിസ്റ്റിന് മാത്രമായി സംഘടന ഉണ്ട്, ട്രെയിനേഴ്സിന് മാത്രമായി സംഘടന ഉണ്ട്, മെന്റേഴ്സിന് മാത്രമായി സംഘടന ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം HR മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്ന ഒരു ടീമാണ് നമ്മുടെ ടീം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റുകളെ ബിഹേവിയറൽ ചേഞ്ചസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് ഒരു അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് കൗൺസിലിംഗ്.
അതായത് മരുന്ന് കൊണ്ട് ഒരാളെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, ഞാൻ ചോദിക്കും മരുന്ന് കൊണ്ട് നിങ്ങളുടെ സ്വഭാവം മാറ്റം വിട്ടോന്ന് ചോദിക്കും. ഞാൻ അവിടെ സാറേ മരുന്ന് കഴിച്ച് എനിക്ക് ഞാൻ മരുന്ന് കുറ്റം പറയില്ല കേട്ടോ, നമ്മൾ മരുന്നിനെ റെഫർ ചെയ്യാറുണ്ട്. മരുന്ന് കഴിച്ചിട്ട് എനിക്ക് തീരെ അനങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മന്ദതയായിട്ട് എന്നെ സംബന്ധിച്ചോളം എന്നെ ഞാൻ ജീവച്ഛവമായി മാറുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ ആ സൈക്കാട്രിസ്റ്റിനുകളെ നല്ല സൈക്കാട്രിസ്റ്റുകളുണ്ട്, അത് കൗൺസിലിംഗ് വേണമെന്ന് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നമ്മളും അതുപോലെ സൈക്കാട്രിസ്റ്റിന് റെഫർ ചെയ്യാറുണ്ട്. പലപ്പോഴും റെഫർ ചെയ്യേണ്ട ചിലപ്പോൾ സമയത്ത് നമ്മൾ റെഫർ ചെയ്യാൻ വേണം, നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്ന ഒരു ടീമാണ് ഈ KCTA ഉള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ സാബു സാർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭയങ്കര അത്ഭുതമായിട്ടോടെ ഞാൻ കാണുന്നത്. 1600 എപ്പിസോഡ്സ് അത് ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ 1600 എല്ലാ ദിവസവും ക്ലാസ്. ഭയങ്കര ഒരു അച്ചീവ്മെന്റ്. അതായത് എനിക്കോട് ഇങ്ങനെ പോലെ ഗിന്നസ് റെക്കോർഡിൽ തന്നെ സാറ് വരുന്നു, അങ്ങനെ വന്നിട്ടുണ്ടാവേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അത് വന്നിട്ടില്ലെങ്കിൽ അവരെ അറിയിക്കണം നമുക്ക്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാള് ഇത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ സംഘടനയിലുള്ളത്. അപ്പൊ ഈ ഇതിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ആളും, ഇപ്പം ഇവിടെ ഇരിക്കുന്ന, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവിടെ എല്ലാവരും ഉണ്ട്. രാജേന്ദ്ര സാറുണ്ട്, ജോസഫ് ജോൺ സാറുണ്ട്, നമ്മുടെ ഉഷാ മേമുണ്ട്. വളരെ അത് നമ്മുടെ എന്താ പറയുക, ഇടുക്കിയിലെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു ലേഡിയാണ്. അതുപോലെ അമർജ്യോതി മാം ഉണ്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്നു. മറ്റുള്ള ആളുകളൊക്കെ ഞാൻ കാണാത്തതുകൊണ്ട് കേട്ടോ പറയാത്തത്, പേരെടുത്ത് പറയാത്തത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ മുമ്പിൽ. ഓമന ടീച്ചർ കൽപ്പറ്റ എന്ന് വന്നിട്ടുണ്ട്. ഓമന ടീച്ചറൊക്കെ നമ്മളെ കഴിഞ്ഞ ഓരോ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. നമ്മളെ പല സമയത്ത് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. വത്സമ്മ മേമുണ്ട്. പല ആളുകളും നമ്മുടെ ഗ്രൂപ്പിൽ, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഷാജി സാറുണ്ട്, ഒരുപാട് ആളെ, ഞാൻ വിസിബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ആ ടീമിനെ നമുക്ക് കൂടുതൽ പ്രവർത്തന സജ്ജമാക്കാം, കുറെ കാര്യങ്ങൾ, പരിപാടികൾ നമുക്ക് നടത്താം. അങ്ങനെയൊക്കെ ഒരു നല്ല ഗ്രൂപ്പായിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയ വരിസംഖ്യ ഒന്നും ഇല്ലാതെ ഒരു നാമമാത്രമായ വരിസംഖ്യ 50 രൂപ വെച്ചിട്ട് നമ്മൾ മാസത്തിൽ വാങ്ങുന്ന രീതിയിലേക്ക് കുറച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. ആ പുതിയ ആളുകൾക്ക് അഡ്മിഷന് 300 രൂപ മാത്രം വെച്ചിട്ടുള്ള. ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതുകൊണ്ട്, തുടക്കമായതുകൊണ്ട് ഞാനിത് കാര്യങ്ങൾ എന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ സംഘടനയിൽ ചേരുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരെ നോളേജ് ഷെയറിങ് വലിയൊരു കാര്യമാണ്. നമ്മളെ ആളുകൾ തമ്മിലുള്ള പിന്നെ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മളെ മുമ്പിൽ വരുന്ന ക്ലയൻസിന് ഒരുപാട് സാധ്യതകൾ കണ്ടെത്തുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് രീതികൾ നമ്മൾ ഉണ്ടാവണം. പഴയ കൺവെൻഷനൽ അല്ല. കുറെ ഇന്നിപ്പോ ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിൽ വന്ന ഒരാൾക്ക് ഒരു 4-5 സെഷനിലൂടെ അതിലപ്പുറത്തേക്കും പോകാൻ ആർക്കും മടിയില്ല. പണ്ടൊക്കെ ഉള്ള ക്ലാസിക് കൗൺസിലിംഗ് ഒന്നും ഇപ്പൊ ആർക്കും ഇഷ്ടാവില്ല. ഇപ്പൊ നമ്മൾ അലോപ്പതിയിൽ പോകുന്ന 2 ദിവസം കൊണ്ട്, പനി വന്നാൽ 2 ദിവസം കൊണ്ട് മാറണം. അപ്പൊ നമ്മൾ മുമ്പിൽ വരുന്ന ആൾക്ക് 4-5 സെഷനോട് മാക്സിമം മാറിക്കിടണം. മാറിക്കിട്ടല്ല, അവർക്ക് മെച്ചപ്പെടണം. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അപ്പൊ അതിന് ഉതകുന്ന രീതിയിലുള്ള നോളേജ് അപ്ഡേഷൻ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കും. ഞാനൊക്കെ ഇങ്ങനെ നിരന്തരം, ഇപ്പോൾ ലജു സാറായിട്ടൊക്കെ ഞാൻ സംസാരിക്കാൻ, നമ്മൾ നിരന്തരം പഠനമാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പഠനമാണ്, നമ്മളെ അവസാനം വരെ പഠിക്കുക. നമ്മളെ ഒരു പഠനത്തിന് ഒരു എൻഡ് ഇല്ല എന്നുള്ളതാണ്. അതൊരു നമ്മൾ ലഹരിയായിട്ട്, അപ്പൊ നമ്മളെ ഒരു ലഹരി, നമ്മളിപ്പോൾ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാത്ത ആളുകളായതുകൊണ്ട് അതൊരു ലഹരിയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യത്തിൽ അതിന് തന്നെ ആശംസിക്കുന്നു. ഞാൻ കൂടുതൽ പിന്നീട് അതിനെപ്പറ്റി, സംഘടനയെ പറ്റി ഒന്നും പറയണമെങ്കിൽ പറയാം. പിന്നെ നമ്മളൊരു പുനർജനി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് രാജേന്ദ്ര സാറൊക്കെ അതിനെപ്പറ്റി സംസാരിക്കും. പുനർജനി എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ ക്യാമ്പയിനിങ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് നമ്മളെ പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യും. ഇതൊക്കെ നമ്മുടെ പൈപ്പ് ലൈനിൽ ഒരുപാട് പദ്ധതികളുണ്ട്, നമുക്കൊരു വിഷൻ ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടുക്കും ചിട്ടയോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. അതിന് നമ്മൾ കൈകോർത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ അതിന് സജ്ജരാകുന്ന രീതിയിൽ നമ്മൾ മാറണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്.
അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയില് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ വർഷവും നമ്മളെ WHO ഒക്ടോബർ 10-ന് പല വിവിധ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. നമ്മുടെ അതിൻ്റെ മെസ്സേജ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ മെസ്സേജ് നമ്മുടെ എല്ലാ ആളുകൾക്കും എത്തിക്കണം. ഓരോ പ്രാവശ്യം ഓരോ തീമായിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഉണ്ടാവും. എല്ലാം മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കുറേയൊക്കെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള മാനസികാരോഗ്യ മറ്റ് സ്റ്റേറ്റുകളായാലും മറ്റ് ചില രാജ്യങ്ങളായാലും പിന്നെ അണ്ടർ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിലൊക്കെ എന്താണ് കൗൺസിലിംഗ് അറിയാത്ത ഒരു സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഞാൻ പറയുന്നത്, ഒരുപാട് ആളുകളുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ ഒരു 60% ആളുകൾക്ക് മാനസികമായ പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. അതായത് സോഷ്യൽ സ്റ്റിഗ്മ ധാരാളം ഉള്ള ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതായത് ഫിസിക്കൽ ഹെൽത്തിന് അല്ലെങ്കിൽ പിന്നെ അസുഖം ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഫിസിഷ്യനെ കാണാൻ നമ്മളെല്ലാവരും പെട്ടെന്ന് പോകും. പക്ഷെ ഒരു മനസ്സിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അത് അങ്ങനെയുള്ള ആളുകളെടുത്ത് നമ്മൾ പോവാനും നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നമ്മളതൊരു ഒരു കുറവ് പോലെ കാണുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളിപ്പോൾ സമൂഹമാണ് നിലകൊള്ളുന്നത്. അപ്പൊ അതിനൊരു ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. അപ്പൊ നമ്മളെവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ദേഷ്യം മാറ്റാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ ലേഡീസ് തന്നെ വരാറുണ്ട്. ദേഷ്യമുണ്ട്, പിന്നെ സങ്കടം എങ്ങനെ കുറയ്ക്കാം, ഇങ്ങനെയുള്ള പല ആവശ്യം. ഇതൊക്കെ തന്നെ പണ്ടൊന്നും ആരും അങ്ങനെ ഒന്നും പോവാറില്ല. ദേഷ്യമൊക്കെ സാധാരണ ജന്മസിദ്ധാണെന്ന് പറയും. എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതൊക്കെ മാറണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു തലമുറ, പുതിയ തലമുറ വളരെ 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 വൈബ്രന്റ് ആയിട്ടുള്ള തലമുറയാണ്. നമുക്കതിനെപ്പറ്റി അവരൊന്നും കുറച്ച് കാണിക്കാൻ പറ്റില്ല. കാരണം അവർ നമ്മൾ പറയും ഈ ലഹരിയും മറ്റേ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ഒക്കെ പറയുമെങ്കിലും അവർ വളരെ ഇന്റലിജന്റ് ആണ്, വളരെ നല്ല കഴിവുള്ള ആളുകളാണ്. അപ്പൊ അവരെയൊക്കെ ടാപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്നാണ്. അതായത് അതൊരു കലയാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കുന്നത് കലയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, നിങ്ങളെ കാണുന്നതിൽ സന്തോഷമുണ്ട്. ചുറുചുറുക്കുള്ള ആളുകളെ നിങ്ങളുടെ മുഖഭാവം എന്തുകൊണ്ട് നമുക്ക് ചിരിച്ചുകൂടാ? ഞാനെപ്പോഴും പറയാണ്ട് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ചിരിക്കാൻ കഴിയുന്നില്ല? ചിരിക്കാൻ കഴിയുന്ന ഒരു എനിക്ക് തോന്നുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ചിരിക്കാൻ പറ്റുന്ന വേറെ മൃഗങ്ങളുണ്ടോ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്കൊരാളോട് പുഞ്ചിരിച്ചുകൂടാ? നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സങ്കീർണമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം? ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാം, എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം? പല ലക്ഷ്യങ്ങളുണ്ടാവും അല്ലെ? അല്ലെ നിങ്ങൾക്ക് ആപ്റ്റായി തോന്നുന്ന ജീവിത ലക്ഷ്യം എന്താണ്? നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തിട്ട് ലോകത്തിന് പോവുക. സേവനം, നല്ല കാര്യം. സന്തോഷകരമായി ജീവിക്കുക. എന്താണ് സന്തോഷകരമായി ജീവിക്കുക? യെസ് ഗ്രേറ്റ്. സന്തോഷമാണ് നമ്മുടെ സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ. മറ്റുള്ളവരെയും മാക്സിമം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. യെസ്, അതിലും വലിയ സാറേ, ഞാൻ ബസ്സിലാണ്. നമ്മള് സന്തോഷമായിട്ട് ജീവിക്കുമ്പോ മറ്റുള്ളവരെയും കൂടി സന്തോഷം കൂടി നോക്കുക എന്നുള്ളത്. ഗുഡ്. നമ്മള് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന എന്തിനാ? നമ്മളിരിക്കുന്നത് നമ്മളെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളെല്ലാവരും സന്തോഷിക്കുക, നമ്മളെല്ലാവരും സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മള് പലപ്പോഴും എടുക്കുമ്പോൾ ഇത്രയും നിങ്ങളൊരു വളരെ പിന്നെ എന്താ പറയുക, ജെന്യുവൻ ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ എലൈറ്റ് ആയിട്ടുള്ള ക്ലാസ്സിലുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സന്തോഷം എന്നാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഇന്നത്തെ തലമുറ നമ്മളൊരു 1 മുതൽ 100 എന്ന് പറഞ്ഞ കടമ്പയിലേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് സെക്കൻഡുകൾ കൊണ്ട് എത്തണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള തലമുറയാണ്. വളരെയധികം വേഗത
സ്പീഡ് ബ്രേക്കർ ഇല്ലാതെ പോകുന്ന ഒരു 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 കാലഘട്ടമാണ്. ഇന്ന് നമുക്കൊന്നിനും സമയമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എപ്പോഴും നമ്മൾ ഫാസ്റ്റ് മൂവിങ് ആണ് എല്ലാ കാര്യത്തിലും. അച്ഛനും പാരന്റ്സിന് മക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് പിന്നെ പാരന്റ്സിനോട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ വേഗതയുള്ള ഒരു ജീവിതത്തിൽ പോകുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവും. മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളോട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ മാനസിക സമ്മർദ്ദങ്ങൾ ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ വരാറുണ്ട് അല്ലെ, എനിക്ക് സ്ട്രെസ് ആണെന്ന് പറഞ്ഞിട്ട് വരും, എനിക്ക് ഡിപ്രഷൻ ആണ് ഇത് വരും. അപ്പൊ എന്താണ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ, സ്ട്രെസ്സിന് ചെറിയ ആങ്സൈറ്റി ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതും പറയും ഡിപ്രഷൻ എന്ന് പറയും. അപ്പോൾ ആളുകൾക്ക് അറിയാം എന്തോ ഒരു തകരാറ്, എൻ്റെ മാനസികമായ തകരാറുണ്ട്. അപ്പം അത് നമ്മൾ വിവരിച്ചു കൊടുക്കുമ്പോൾ ഇതാണല്ലേ ഡിപ്രഷൻ, ഇതാണല്ലേ സ്ട്രെസ്, ഇതാണല്ലേ ഇതിന്റെ കാരണം എന്താ? നിങ്ങളുടെ ചിന്തകളാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നമുക്കറിയാം, ചിന്തകളാണ് എന്തിന്റെ അടിസ്ഥാനം, ചിന്തിക്കുന്ന രീതി. നമ്മളൊന്നും ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഒരുവിധം പ്രയാസങ്ങളൊക്കെ മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്ത ഒരു 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 കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് സംതൃപ്തി ഇല്ലാത്തൊരു ജീവിതമാണ് അല്ലേ. നമുക്ക് ഒന്നിനും സംതൃപ്തി ഇല്ല. അങ്ങനെ ഞാനത് പൊതുവെ നെഗറ്റീവ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അത് എന്തുകൊണ്ട് എങ്ങനെ മാറ്റാം പോസിറ്റീവിലേക്ക് ഞാൻ പോവാം. അതായത് അങ്ങനെ മിക്കവാറും, ഞാൻ എല്ലാവരും പറയുന്നില്ല, മിക്കവാറും ആളുകൾക്ക് ഒന്നിനും സംതൃപ്തി ഇല്ല. ഇപ്പൊ ഒരു കുട്ടിയുടെ മാർക്ക് കണ്ടാൽ അതിൽ എനിക്ക് സംതൃപ്തി ഇല്ല. 99% മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക കുട്ടീനോട്, മോനോട് ചോദിക്കും, നിനക്ക് എന്തുകൊണ്ട് 100 ആക്കിക്കൂടാ? അല്ലെങ്കിൽ നിനക്ക് അടുത്തുള്ള വീട്ടിലുള്ള ആ കുട്ടിക്ക് ഇത്ര മാർക്കല്ലേ, നിനക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള. അപ്പൊ ഇന്നൊരു ഞാൻ എൻ്റെ മുന്നിൽ ക്ലയന്റ് വന്നു. അത് എന്താ വെച്ചാൽ അവർക്ക് തമ്മിൽ ഹസ്ബൻഡ്, അവര് പിന്നെ പാരന്റ്സും ഒക്കെ അവർക്ക് സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. എപ്പോഴും അവർക്ക് എന്താ ഇല്ലാത്തതെന്നുള്ള പറയുന്നത്, അവർക്ക് എന്താ ഉള്ളതെന്നല്ല. അങ്ങനെ പറഞ്ഞ് കണ്ടീഷൻഡ് ആയിട്ട് അവരെ സംബന്ധിച്ചോളം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവർ പൊട്ടിത്തെറിക്കുക, അവർ കരയുകയാണ്, അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവരെ സംബന്ധിച്ചോളം അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല വിവരമുണ്ട്, അങ്ങനെയുള്ള അവർ പ്ലസ് പോയിന്റ്, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇതൊന്നും കാണാൻ ചുറ്റുള്ളവർക്ക് കഴിയുന്നില്ല, പാർട്ട്ണർക്ക് കഴിയുന്നില്ല. എൻ്റെ സ്പൗസ് എങ്ങനെയാണെന്ന്, സ്പൗസിന്റെ ഗുണം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ, സങ്കീർണമായ കാലഘട്ടം, ഞാൻ എല്ലാവരും പറയുന്നില്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും. അപ്പൊ ഈ സംതൃപ്തി, സുഖം, സമാധാനം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഖം, സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ജീവികളുടെ ആന്തരികമായ ചോദനയാണ്. അപ്പൊ അത് നേടിയെടുക്കാനുള്ള ഒരു വ്യഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. സന്തോഷം ആരാ ഉണ്ടാക്കുന്നത്? സന്തോഷം നമ്മൾ തന്നെയാണ്. ഗുഡ്, കയ്യടി കൊടുക്കണം. അതായത് നമ്മൾ തന്നെയാണ് സന്തോഷം ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്റെ സന്തോഷത്തിന് ഉത്തരവാദി എന്റെ സ്പൗസ് ആണ്, എന്റെ മക്കളാണ്, അല്ല എന്റെ പാരന്റ്സ് ആണ്, അല്ല എന്റെ കോവർക്കേഴ്സ് ആണ്, എന്റെ കൊളീഗ്സ് ആണ്. ഇതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ പലപ്പോഴും ഉള്ളിലേക്ക് എടുക്കുന്നത്. ഞാനിപ്പോ നിങ്ങളിപ്പോ എന്നോട് ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു വിചാരിച്ചോളൂ, അല്ലാതെ അപ്പൊ ഞാനത് എന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചുള്ള അത് നെഗറ്റിവിറ്റിയിലേക്ക് കൂടുതൽ പോകുന്നത്. അത് നിങ്ങളുടെ പ്രശ്നമായിട്ട് ഞാൻ കാണണം. അത് എന്റെ മുന്നിലിരിക്കുന്ന അയാളുടെ പ്രശ്നമാണ്. അതെന്തിനാ ഞാൻ തലയിലേക്ക് എടുക്കുന്നത്? പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ എന്തു പറയുന്നു, അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം, ഒരു രീതിയായിട്ട് നമുക്ക് മാറും അല്ലേ. മറ്റുള്ളവർക്ക്, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞത് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാക്കും. കാരണം അവരെന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും. ഞാൻ സമൂഹത്തിനെതിരായിട്ട് പോകണമെന്നല്ല, സമൂഹത്തിലെ നമ്മളെന്താ നിയമങ്ങള്, മര്യാദകള്, ധാർമ്മികത ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ പോകണം. പക്ഷെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിപ്പോ കുട്ടികളെ പറ്റി പറയാറുണ്ട് അല്ലേ, നമ്മൾ ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് കിട്ടിയെന്നോ എത്ര കമന്റ് കിട്ടിയെന്നോ ആലോചിച്ചിട്ട് നമ്മുടെ സമയം, അതായത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ എത്ര പേര് എന്നെ ഫോളോ ചെയ്യുന്നു, ഇതൊക്കെ നോക്കിക്കൊണ്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഫോളോ ചെയ്യണവർ ഫോളോ ആയിട്ടെ, കമന്റ് ചെയ്യുന്നവർ കമന്റ് ചെയ്യട്ടെ, അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ, ചെയ്താലും സന്തോഷം, ചെയ്തില്ലെങ്കിൽ സന്തോഷം. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പുറമെയാണ് നമ്മൾ പറഞ്ഞത്, ഞാനത് പറഞ്ഞ ഉത്കണ്ഠ, സമ്മർദ്ദം, പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവില്ല, തൊഴിലില്ലായ്മ ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവില്ല, പിന്നെ ബന്ധങ്ങളിലെ പൊരുത്തക്കേട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ആ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. പിന്നെന്താണ് പറയാ, നിറവേറ്റാത്ത പ്രതീക്ഷകൾ, നമ്മളെ പ്രതീക്ഷകളുണ്ട് ഒരുപാട്.
നിറവേറ്റപ്പെടാത്ത ഓരോ പ്രതീക്ഷകളുണ്ട്, എക്സ്പെക്ടേഷൻസ്. ബുദ്ധൻ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ആത്മവിശ്വാസക്കുറവ്, പിന്നെ ലക്ഷ്യബോധം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലക്ഷ്യബോധം ഉണ്ടാവുക. ഇപ്പൊ ലക്ഷ്യബോധം നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളോട് നമ്മളെപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോളുണ്ടോ, ലക്ഷ്യമുണ്ടോ? ലക്ഷ്യബോധമില്ലായ്മ തന്നെ വലിയൊരു പ്രയാസമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം എന്താ ഒരു ഹൗസ് വൈഫ് വരിക, ഒരു ഹോം മേക്കർ, ഞാൻ പറയുന്ന ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഹോം മേക്കർ എന്ന് പറയും. ഹോം മേക്കർ എന്ന് വലിയൊരു ജോലിയാണ്. ജീവിതത്തിലെ നമ്മളെക്കാളൊക്കെ നല്ല രീതിയിൽ ഒരു വീട് മാനേജ് ചെയ്യുന്ന ഒരു ലേഡിയെ ഞാൻ പൂവിട്ട് തൊഴണം എന്നാണ് പറയുന്ന ആളാണ്. കാരണം അത് വല്ലാത്തൊരു ജോലിയാണ്. അപ്പൊ ആ ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ സംബന്ധിച്ചോളം അവർ വന്ന് ഡെസ്പായിട്ട് ഇരിക്കുമ്പോൾ അവരോട് എന്താ പറയാ, അവർക്ക് ലക്ഷ്യബോധമില്ലാത്ത വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അവരെ സംബന്ധിച്ച് അത് നമുക്കൊക്കെ വരുന്നു. അപ്പൊ നാളെ അപ്പൊ എന്തെങ്കിലും ഒരു ലക്ഷ്യബോധമാണ്, എൻ്റെ കുട്ടികളെ നന്നാക്കി പഠിപ്പിച്ച് അവരെ വലുതാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തണം. അങ്ങനെ ഓരോരോ ഷോർട്ട് ടേം ഗോൾ ആൻഡ് ലോങ് ടേം ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഉത്തരവാദിത്തമല്ല, നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതില് ഒരു എന്താണ് സന്തോഷം ഉണ്ടാക്കുക? പണം സന്തോഷം ഉണ്ടാക്കുവോ? കുട്ടികൾ സന്തോഷം ഉണ്ടാക്കുവോ? അധികാരം സന്തോഷം ഉണ്ടാക്കുവോ? ഉണ്ടാക്കുവോ? ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ വല്ലപ്പോഴും. പണം, എനിക്ക് കുറേ പണമുണ്ട്, എനിക്ക് നല്ല കുട്ടികളുണ്ട്, ഓക്കെ, എനിക്ക് അധികാരമുണ്ട്, പവറുണ്ട്, ഒരു പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പിന്നെ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇന്ത്യൻ യൂണിയൻ അല്ലെങ്കിൽ വാർഡ് മെമ്പറായി ഇങ്ങനെയൊക്കെ അധികാരമുണ്ട്. ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമോ? താൽക്കാലിക സന്തോഷം ഉണ്ടാവും. യെസ്, ഗുഡ്. അത് താൽക്കാലികമായ സന്തോഷം. അത് നമുക്കൊരു ഒരു കാൽഭാഗം, സന്തോഷത്തിന്റെ ഒരു കാൽഭാഗമൊക്കെ അത് ഉണ്ടാക്കിയിരിക്കും. അപ്പൊ അതിന്റെ അപ്പുറത്ത് നമുക്ക് അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മുക്കാൽ ഭാഗം അല്ലെങ്കിൽ അതിലപ്പുറത്ത് ഉള്ള അറിയപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചുറ്റുപാട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഒരു നല്ല കാച്ചുണ്ടാവും, അവരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ മാനസിക നില വളരെ ബുദ്ധിമുട്ട്. നമ്മുടെ അടുത്തൊക്കെ വരാറുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ക്ലയന്റ് വരുന്നുണ്ട്, ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ പല ഫ്ലൈറ്റിലാണ് വരിക. ഫ്ലൈറ്റിൽ വരും, നല്ല അയാൾക്ക് കാശുണ്ട്. നമ്മളെ ഈ ക്ലിനിക്കിന്റെ അടുത്തൊരു വലിയ കാറുകൾ BMW ഒക്കെ കൊണ്ടുവരുന്ന ഒരാൾ ഇയാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സാധാരണ ആൾക്കാരാ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ക്ലയന്റ് നമ്മളെ തേടി വരുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചോളം മാനസികമായ പ്രയാസമുണ്ട്. അയാൾക്ക് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അയാൾ എന്നോ വാങ്ങിയിരിക്കും സന്തോഷം, സമാധാനം ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ചുറ്റുപാട് ശ്രദ്ധിച്ചാൽ ഒരുപാട് ദുഃഖിതരുണ്ട്, പണം കൊണ്ടൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇതിനെ ഒരു ചെറിയൊരു കാര്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റാന്നുള്ളത്. ആ സന്തോഷം ഉണ്ടാക്കുന്ന ശാരീരികമായ മാനസികമായ സയന്റിഫിക് ആയിട്ടുള്ള ചില അസസ്മെന്റിലേക്ക് ഞാൻ പോവുകയാണ്. സയന്റിഫിക് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ അത് സൂചിപ്പിച്ചു കൊണ്ടുപോകാനുള്ളത്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോർമോണുകളാണ് നമ്മൾ വേണമെങ്കിൽ പറയാം. അത് എന്തൊക്കെ ഹോർമോണുകൾ നമ്മൾ സൈക്കോളജിയിൽ പൊതുവെ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ ആൾക്കാർ പഠിപ്പിച്ച ഒരു വ്യവസ്ഥ പറഞ്ഞാൽ നമ്മൾ ഡോസ് എന്നാ പറയുക, ഹാപ്പി ഹോർമോൺസ്. ഞാൻ ഹാപ്പി ഹോർമോൺസിനെ പറ്റിയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഡോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ പ്രത്യേകം പറയുന്നത് ഒക്കെ അറിയാം അല്ലേ? എന്നാലും നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ എനിക്ക് ഒരു രസമാണ്. ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ. യെസ്, ഗുഡ്, ഗ്രേറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞത്. അപ്പൊ ഡോപ്പമിൻ, ഞാൻ അതിലെ ഡോപ്പമിൻ എടുക്കാം. ഡോപ്പമിൻ കിട്ടുകയാണെങ്കിൽ എന്താ, ഞാൻ പരസ്പരം അംഗീകരിക്കാം. പരസ്പരം അംഗീകരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എവിടെയും പോകണ്ട, നമ്മൾ ഇരുന്നിപ്പോ ഞാൻ നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങൾ എന്നെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞാനിപ്പോ നിങ്ങളെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയാണ് എൻ്റെ മനസ്സിലുണ്ടാവുന്നത്. എൻ്റെ ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അത് സ്റ്റഡി നടത്തിയതാണ്, വളരെ നന്നായിട്ട് സ്റ്റഡി നടത്താം. ഞാൻ മൈൻഡ്ഫുൾനെസ്സിൽ ഞാൻ റിസർച്ച് നടത്തുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒന്നുകൂടി പഠിച്ചു. അവർ പഠിച്ചതിന് പുറമെ ഞാനൊന്നും പഠിച്ചു. അപ്പൊ പഠിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം മനസ്സിലാക്കിയത്, ഇങ്ങനെയുള്ള രീതികൾ നമ്മൾ പരസ്പരം അംഗീകരിക്കുക, അംഗീകാരം കിട്ടുക, അംഗീകാരം കൊടുക്കുക, കിട്ടുക മാത്രമല്ല കൊടുക്കുകയും വലിയൊരു ഒരു കാര്യമാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്, കേരളത്തിലുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെ വല്ലാ സ്ട്രെസ്. നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ വലിയ മടിയാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാരണം അത് പറയും, ഒരു കുശുമ്പ്, അഹങ്കാരം വരണ്ടെന്ന് വിചാരിച്ചിട്ടാ സാർ, ഇതിനേക്കാൾ വലുതാവാൻ പാടില്ല അയാള് എന്നുള്ള ഒരു ചിന്താഗതിയിൽ എനിക്ക് അംഗീകാരം ഞാൻ അങ്ങനെ വാങ്ങും,
പക്ഷെ മറ്റുള്ളവരെ പറയുമ്പോൾ അയാൾ അത്ര ഗുണം പോരാ. അഹങ്കരിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്താണ്? അഹങ്കരിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അഹങ്കാരം കൊണ്ട് പറയുന്ന. അപ്പൊ കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറയാം. 200 പിന്നെ എപ്പിസോഡ് ഉണ്ടാക്കി. അപ്പൊ ഞാനത് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഗ്രേറ്റ്നെസ്. അങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഗ്രേറ്റ്നെസ് ഞാൻ പറയുമ്പോൾ സാബു സാറിന് മാത്രമല്ല എനിക്കും എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉടലെടുക്കുന്നുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ രാജേന്ദ്ര സാറ് ഞങ്ങളെ ഒരു പിന്നെ എന്താ പറയാ നേരത്തെ ഉണ്ടായിരുന്ന സഞ്ജീവനി ഇപ്പൊ പുനർജനിയായി. അപ്പൊ അതിന്റെയൊക്കെ ഒരു അമരക്കാരനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പറയും സാർ അത് ഗ്രേറ്റ്, നല്ല നല്ല രീതിയിൽ ഒരു ഇതിടും, എന്താ പറയാ നമ്മുടെ ഫ്ലെയർ ഇടും, എന്ത് രസകരമായിട്ട് ഇടുക. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഉള്ളിനുള്ളിലൊരു സന്തോഷം ഉണ്ടാവും. നമുക്കത് പ്രകടിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ അഭിനന്ദിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് പിന്നെ ഹോർമോണുകൾ, ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഡോപ്പമിൻ എന്നിങ്ങനെ ഇപ്പൊ അതുപോലെ നമ്മളെ പുഞ്ചിരിക്കുക, നമ്മൾ പരസ്പരം ചിരിക്കുക. നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ തലച്ചോറിനുള്ളിലേക്ക് ഒരു മെസ്സേജ് പോകുന്നത് ഹാപ്പിയാണ്. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരുന്നാൽ തന്നെ നമ്മളെ തലച്ചോറിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ന്യൂറോ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാവും, നമ്മൾ ചിരിച്ചും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഇരുന്നാൽ ഹാപ്പി ആയിട്ട് ഇരിക്കും. ഹാപ്പി ഹോർമോണുകൾ അപ്പം പ്രവഹിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഭയങ്കര ടഫായിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകൾ പിന്നെ അങ്ങനെയുള്ള പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ യോഗ ചെയ്യാം, പ്രാണായാമം ചെയ്യാണ്. അന്നേരം നമുക്കൊരു സന്തോഷം, ഒരു സമാധാനം ഉണ്ടാവും, ഒരു റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ നമ്മളെ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ പരസ്പരം ഇപ്പൊ ഞാനിപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ എന്റെ ക്ലയൻസിനോട് പറയുന്ന കാര്യമാണ്, യുണീക്കാണ്. എനിക്ക് നിങ്ങളുടെ ഭർത്താവും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ബ്രദറായി അല്ലെങ്കിൽ നിങ്ങളെ കോവർക്കറായിട്ടും ഒന്നും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യുണീക്കാണ്. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്. ഇമ്മൻസ്ലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമുക്ക് അത്രത്തോളം കഴിവുണ്ട്. നമുക്ക് അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ തലച്ചോറ്. നമ്മളെ ഓരോ പ്രവർത്തനവും, ഓരോ നാഡീ കോശങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്ര നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷെ നമ്മളത് മിസ്യൂസ് ചെയ്ത് ഒരു 100 കൊല്ലം, 120 കൊല്ലം, 200 കൊല്ലം പോകേണ്ട ഒരു സാധനത്തിനെ നമ്മളൊരു 50 കൊല്ലം, 60 കൊല്ലം ആക്കി ചുരുക്കുകയാണ്. കാരണം സ്വയം നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങളത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല. പക്ഷെ അത് ജീവിതത്തിലൂടെ ഞാൻ കാരണം കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നെഗറ്റീവായ ആളുകളെ പറയുമ്പോൾ അത് പറഞ്ഞോട്ടെ നേരത്തെ ഞാൻ ഒഴിവാക്കും. അതുപോലെ നമ്മളെല്ലാവരും നമ്മളെ മുന്നിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അത് ഒഴിവാക്കുന്നുണ്ടെന്ന് എനിക്ക് പറയുന്നു. പിന്നെ ഇതൊന്നുമില്ലാതെ ഇപ്പൊ തലക്കനായിട്ട് ഇരുന്നാൽ നമുക്കൊന്നും നേടാനില്ല. ഞാനിപ്പോ നിങ്ങളൊക്കെ ഇവിടെ നമ്മളെ വലിയ എന്താണ് കേസിറ്റ് ചെയ്യുന്ന നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ട് മസിലും പിടിച്ചിരുന്നാല് നിങ്ങളാരെങ്കിലും എന്നെ മൈൻഡ് ചെയ്യോ? ഇല്ല, ആരും മൈൻഡ് ചെയ്യില്ല. നിങ്ങളും അതുപോലെ തന്നെ ജില്ലയിലെ വലിയ നേതാക്കന്മാരാണെന്ന് ഇരുന്നാലും ഒന്നും മൈൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, സോഷ്യലായിട്ട് എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ഞാനിതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം കേട്ടോ. എന്നാലും നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി മാറ്റാൻ വേണ്ടി മാത്രം പറയാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ഇതിനോടുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ പാർക്കിൻസൺ സിൻഡ്രോം ഉണ്ടാവുന്നതിന് ഒരു കാരണം ഡോപ്പമിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനമില്ലായ്മയാണ്. ഡോപ്പമിന്റെ അളവ് കുറയുമ്പോഴാണ് വിറയലുണ്ടാവും, അല്ലേ? സ്ട്രെസ് ഉണ്ടായി, പല അസുഖങ്ങളുണ്ടായി. അതിന് പല ചില പാർക്കിൻസൺസിനെ പറ്റി പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ ഡിസീസിനെ പറ്റി. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ അത് ഡോപ്പമിൻ കുറവാണ് എന്നുള്ളതാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കുറവ് കൊണ്ടാണ് ആ സൂക്കട് ഉണ്ടാവുന്നത്. പല ആളുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഡോസ്. അപ്പൊ നിങ്ങൾ എന്താണ് ഡോപ്പമിനെ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ട് റിഫ്രഷ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. ഓക്സിറ്റോസിൻ, അടുത്തത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ നമ്മളിപ്പോ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സമയം ചെലവഴിക്കല്, അല്ലേ? നമ്മളിപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ 39-40 പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇനി ജോയിൻ ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഇഷ്ടപ്പെട്ട ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നിങ്ങളുടെ മുഖം കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവുന്നു. അപ്പൊ ഈ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സമയം ചെലവഴിക്കുക, സോഷ്യൽ ബീയിങ് ആവുക. അതായത് അതാണ് ഞാനൊക്കെ ഈ സംഘടനയായിട്ട് പ്രവർത്തിക്കാൻ ഒരു കാരണം. കാരണം എനിക്ക് എൻ്റെ ഉള്ളില് ഓക്സിറ്റോസിൻ എന്നുള്ള ഇതൊരു ദുഷ്ടലാഭം കൂടി എൻ്റെ മുന്നിലുണ്ട്. കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ഹാപ്പി ഹോർമോണുകൾ വരുന്നുണ്ട്.
അത് ടച്ച് ആൻഡ് എംബ്രേസ്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ സ്പൗസായിട്ടോ നമ്മുടെ കുട്ടികളായിട്ടോ എംബ്രേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരെ ടച്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും, നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല, അവരൊന്നും വെറുതെ ടച്ച് ചെയ്താൽ, പുറത്തൊന്ന് തട്ടിക്കൊട്ടാൽ അവർക്കും ഒരു ഗുണമാണ്, നമുക്കും ഗുണമാണ്. അപ്പൊ അതേ മറ്റേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊന്ന് ഹഗ് ചെയ്യുക. അപ്പൊ ഹഗ്ഗിങ് ഒരു വലിയൊരു ഒരു ഒരു കാര്യമാണ്. ഇപ്പൊ ഓൾഡ് ഏജിലെ ആളുകളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കുക, അല്ലേ? നമ്മളെ മുത്തശ്ശന്മാരായിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അവരെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുമ്പോഴും, അതുപോലെ ചെറിയ കുട്ടികളായിട്ട് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളായിട്ട് നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യുക. അവരെന്തൊരു അല്ലേ, നമ്മൾ എന്തൊരു എന്തൊരു എന്താ പറയുക, വളരെ നിഷ്കളങ്കമായ ഭാവമാണ് അവരെ വളരെ എന്താണ് റോസാപ്പൂവിന്റെ പോലെ എന്താണ് പറയാ, എന്താ പറയാ, വാക്ക് പറയാൻ അതിന്റെ മൃദുത്വം ഒക്കെ ഉള്ള ഒരു ടൈപ്പ് കുട്ടികളാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് കുറച്ചു നേരം സംവദിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പൊ എത്രയും സമയം ഏതാ സാറേ സമയം പറയുന്നത്? ഇന്നിപ്പോ നമ്മൾ തുടങ്ങിയ എത്ര മണിക്കാണ്? 8 മണി വരെ പോകാം സാറേ, 8 മണി വരെ. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ സെറോട്ടോണിൻ നമുക്കറിയാലോ, ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ടാവും. അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സഹായിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവുക. അപ്പൊ നമുക്കിതാ നമ്മളിപ്പോ ഈ KCT ഉണ്ടാക്കി എന്തിനാണ്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഈ സംഘടനയിൽ അംഗത്വം എടുക്കുക വളരെ പോസിറ്റീവായുള്ള സംഘടനയാണ്. അപ്പൊ ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ സഹായിക്കും. ഇപ്പൊ സാബു സാറൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള റൂം പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് തന്നു, അല്ലേ? അതൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സേവന ഇതിലൂടെ നമുക്ക് ഇപ്പൊ നമ്മൾ സ്വന്തം കാര്യം ചിന്താപാദം എന്നാൽ ആരും മൈൻഡ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ മറ്റുള്ളവർക്ക് സുഖപ്പെടുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെറട്ടോണിൻ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ സോഷ്യൽ ബീയിങ് ആവുക, അതായത് സാമൂഹികമായിട്ട് നമ്മൾ മാറുക, സാമൂഹിക സേവനങ്ങൾ നടത്തുക, അൺകണ്ടീഷണൽ ലൈഫ് ആവുക. അത് കിട്ടിയത് കൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെടാം. നമുക്ക് അത് കിട്ടിയാലേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറ്റുള്ളൂ, അല്ലെ എനിക്കത് കിട്ടണം, കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കിട്ടിയതിന് സന്തോഷമാവും, അല്ലെ? നമ്മള് പറയാ ആരോ പറഞ്ഞവര് കിട്ടിയ വോട്ടിന് സിന്ദാബാദ് എന്ന് പറഞ്ഞില്ലേ, നമുക്ക് കിട്ടിയത് എന്താ, നമുക്ക് അതിന് സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് എന്നുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് സെറട്ടോണിൻ എന്നുള്ള ന്യൂറോട്രാൻസ്മിറ്ററാണ്. പിന്നെ ഇതിലെല്ലാം ഒരു രസകരമായിട്ടുള്ള ഒരു ഹോർമോണാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ ഹോർമോൺ എന്ന് പറഞ്ഞാല് നമ്മളെ കഞ്ചാവ് ഞാനും നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഈ കഞ്ചാവിനെ പോലെ ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ എന്നാണ് പറയുന്നത്. കഞ്ചാവ് ഒരാളിൽ എങ്ങനെ എഫക്റ്റ് ഉണ്ടാക്കുന്നു, അതുപോലെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യാണ്. നമ്മളൊരു നല്ലൊരു എക്സസൈസ് ചെയ്ത് യോഗ ചെയ്യും. ഞാൻ ദിവസം യോഗ ചെയ്യുന്നതാണ്, കുറേ കാലമായിട്ട് യോഗ ചെയ്യുന്ന. യോഗയെ പറ്റി പലരും പല കുറ്റങ്ങൾ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത് വളരെയധികം മെച്ചുണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ MSc യോഗ എടുക്കാനുള്ളതാണ്. പഠിക്കാൻ ഞാൻ അത് കൗൺസിലിങ്ങിന് എനിക്കത് ആവശ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അത് കൗൺസിലിങ്ങിന് എനിക്ക് വളരെയധികം ഉപകരിക്കുന്നു എന്ന്. അപ്പൊ MSc യോഗ എടുക്കുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, യോഗ ചെയ്യുമ്പോൾ, യോഗ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ പ്രത്യേകിച്ച് സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് സൗകര്യം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം നല്ല സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കുന്ന യാത്രകൾ, ചിരിക്കുക, ഫണ്ണി എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പോൾ സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യാം, എക്സ്കർഷൻ ചെയ്യാം, നല്ല ഉറക്കം കിട്ടാം, നല്ല സുഖകരമായിട്ട് ഉറങ്ങുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് കേട്ടിട്ട് ആർക്കും ഉറക്കൊന്നും വരുന്നില്ലായിരിക്കും, അല്ലേ? ഇങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിമ്മിൽ പോവുകയാണെങ്കിലും നമ്മുടെ വീട്ടിലെ പുഷപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓടുകയാണ്, ഓടിക്കഴിഞ്ഞിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോഴോ എന്തൊരു സുഖമായിരിക്കും. ആദ്യമൊക്കെ കുറച്ച് കൈയും കാലൊക്കെ വേദന ഉണ്ടാവും, ആ വേദനയ്ക്ക് ഒരു സുഖമുണ്ട്, അല്ലേ? നിങ്ങൾക്കൊക്കെ അനുഭവിച്ചതല്ലേ? ഇല്ലാത്തവരൊന്നും പറയണേ, എന്തെങ്കിലും ഇതൊന്നും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നില്ലെങ്കിൽ പറയാം. ഇപ്പൊ ഇങ്ങനെയുള്ള ഗെയിംസ് ഉണ്ടല്ലോ, ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും, നമുക്ക് ലൂഡോ കളിക്കാം, ചെസ് കളിക്കാം, നിങ്ങൾ എല്ലാം വേണമെന്നില്ല. അപ്പൊ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള ഗെയിം എല്ലാം വേണമെന്നില്ല, ഓടി ചാടി ഷട്ടിൽ കളിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ ഇൻഡോർ ഗെയിംസ് കളിക്കാം. അപ്പൊ ഞാനിത് ചുരുക്കി പറയുകയാണെങ്കിൽ വ്യായാമം ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അംഗീകരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. സേവന ഭാവം എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. സാമൂഹികമായിട്ട് ബന്ധപ്പെടുക, സാമൂഹികനാവുക. നമ്മളൊക്കെ ഒരു കാര്യം അതാണ്. നമ്മൾ
സേവനം ഉണ്ടാവും നമ്മളെ കയ്യിൽ, സാമൂഹികമായിട്ട് ബന്ധം. വ്യായാമം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാനൊക്കെ വ്യായാമം ചെയ്യാറുണ്ട്. അംഗീകാരം നമുക്ക് ചിലപ്പോൾ കിട്ടില്ലാരും. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കും. മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു ഏറ്റവും വലിയ സുഖമാണ്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെയൊക്കെ ഞാൻ തൊഴുത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അവാച്യമായ ഒരു അനുഭൂതിയാണ് ഉണ്ടാവും. നിങ്ങളൊന്ന് നോക്കൂ, മറ്റുള്ളവരെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെ പ്രശംസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് വിഷാദമായ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് സോഷ്യൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാതെ പോകുമ്പോൾ. അപ്പം മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് മസ്തിഷ്ക ധർമ്മങ്ങളുടെ ആകെത്തുകയാണ് അല്ലേ എന്നാ ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പൊ ഈ ആധുനിക ശാസ്ത്രത്തില് സൈക്കോളജി എന്ന മനഃശാസ്ത്രത്തില് സൈക്കോളജിയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. മനോരോഗ ചികിത്സയാണെങ്കിൽ സൈക്കാട്രിയാണ്. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ചിരാകേന്ദ്ര ചികിത്സയാണ്. അപ്പൊ ഇതൊക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു 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 പ്രശ്നമാണ്. നമ്മൾ 1.5 കിലോഗ്രാം ഭാരമുള്ള സാധനമാണ് നമ്മളെ എന്താണ് മസ്തിഷ്കം. അപ്പൊ ഈ മസ്തിഷ്കത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൽ എന്താണ് മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്കിപ്പോ തലച്ചോറാണോ മനസ്സിലല്ല, എല്ലാം കൂടിയിട്ടുള്ള ഒരു ആകത്തുകയായിട്ടുള്ള കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞേ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ 8 മണിയാകുമ്പോഴേക്ക് തീർക്കണമല്ലോ. അപ്പൊ ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിത് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ടൊന്ന് ചെറിയ തോതിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധാപൂർണതയാണ് നമ്മൾ ആ ഓരോരോ കാര്യത്തിൽ നമ്മുടെ അറ്റൻഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ പ്രസന്റ് മൂവ്മെന്റിലേക്ക് ചുരുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖം വരും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് നേരം കിടന്ന് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നമ്മളിലേക്ക് ചുരുങ്ങി നമ്മളൊരു 5 മിനിറ്റ് കിടന്നാലുണ്ടല്ലോ, 5 മിനിറ്റ് ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആവട്ടെ, ചിലപ്പോൾ ഉറങ്ങി പോവേ. അങ്ങനെ കിടന്ന് ഇരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് 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 വ്യത്യാസങ്ങളാണ് നമ്മുടെ. അതായത് ഇതിന്റെ ജോൺ കാപ്സ്റ്റിൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് നമ്മളിതിന്റെ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു ആചാര്യനായിട്ടുള്ള ആള്. അപ്പൊ വർത്തമാന കാല നിമിഷത്തിലെ അനുഭവങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യബോധത്തോടെ അനുനിമിഷം മുൻവിധികളില്ലാതെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു അവബോധമാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓഫീസിൽ പോകാനുള്ള തിരക്കിൽ അല്ലേ, നമ്മൾ വാരി വിഴുങ്ങിയിട്ട് ഫുഡ് കഴിക്കാം. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് കഴിച്ച് നമ്മുടെ അങ്ങനെ ഉണ്ടാവുന്ന മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യത്തിൽ. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വേറെ ഒന്നും ചിന്തയില്ല. ഞാൻ ചിന്തിക്കുന്ന ഈ സബ്ജക്റ്റ് മാത്രം, എൻ്റെ മുന്നിലുള്ള ആളുകളുടെ മുഖഭാവം മാത്രം. എല്ലാവരും കുറെ ആൾക്കാർ ഓഫാക്കിയിട്ടുണ്ട്, ഓൺ ആക്കിയിട്ട് ആളുകളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധാപൂർണതയോടെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു ഉണ്ടാവുന്നുള്ളത് 100% ശരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഹെൽത്തി പ്രാക്ടീസസ് ഉണ്ട്. നമ്മൾ പോസിറ്റീവ് മെന്റൽ ഹെൽത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി പ്രാക്ടീസസ് എനിക്ക് പറയാൻ പറ്റും. ഞാൻ അതൊക്കെ പറയുമ്പോൾ അത് പിന്നീടൊരു അവസരത്തിലേക്ക് പറയാൻ തോന്നുന്നു അല്ലേ. ഞാൻ ഇവിടെ ഇത്രയും ഒരു നേരം എന്നെ ശ്രവിച്ചതിന് സന്തോഷമുണ്ട്. നമ്മുടെ സമയം ഏകദേശം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ സാറേ. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ എങ്ങനെയൊക്കെ നമുക്ക് മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് പിന്നീടൊരു അവസരത്തിൽ നമുക്കാവാം. കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ ഒരു തുടക്കമാണ്, നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഓൺലൈൻ പ്രോഗ്രാമിന്റെ തുടക്കമായിട്ട് നമുക്കിത് കാണാം. ഇതിന് വേദി അനുവദിച്ചെന്ന സാബു സാറിനും ഒക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും എന്നെ ശ്രവിച്ചതിന് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇന്ററാക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമായി. നിങ്ങളെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ ഇരിക്കുക എന്നത് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ആ ഊർജം, നിങ്ങളുടെ ആ പോസിറ്റീവായിട്ടുള്ള ഊർജം എന്നിലേക്ക് പ്രവഹിക്കുകയാണ്.
അനശ്യൂതമായി പ്രവഹിക്കുകയാണ്. അതിൽ ഞാൻ ആഹ്ലാദപൂർണ്ണനായിട്ട് നിങ്ങൾക്കെല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. പരമ്പര ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് സാർ, വളരെ സന്തോഷം. കോട്ടയം KCTA സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. തന്നെയുമല്ല, കേരള സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് KCTA കേരള സ്റ്റേറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു ചരിത്ര മുഹൂർത്തമായി നമുക്കിത് മാറ്റിവെക്കാം. ഇന്നത്തെ ഈ ഔദ്യോഗികമായ ഈ ഉദ്ഘാടന ദിവസവും അതിന് ശേഷം നടന്ന ഈ ക്ലാസ്സും നമുക്ക് ഒഫീഷ്യലായിട്ട് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലീഡേഴ്സ് എല്ലാവരും സംസാരിക്കണം, അവരുടെ കമൻസ് പറയണം. അപ്പോൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നന്ദി പ്രകാശിപ്പിക്കാൻ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥിര സാന്നിധ്യമായ എന്നാൽ KCTA സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഉഷ മാമിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഉഷ മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാനിവിടെ സ്ഥിര സാന്നിധ്യമാണെങ്കിൽ കൂടി ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഒരുപാട് സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും മാറ്റിനി ഫ്രീ വെബിനാറിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഈ പ്ലാറ്റ്ഫോമിന്റെ ചരിത്രത്തിലേക്ക് ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന ദിവസമാണ് ഇന്ന്. കൂടാതെ KCTA എന്ന സംഘടനയുടെ, കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടനയുടെ അഭിമാന നിമിഷം തന്നെയാണിത്. കോട്ടയം KCTA യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത്. അത് KCTA എന്ന സംഘടനയുടെ ബാനറിൽ ചെയ്യുന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാം എന്നുള്ള ബഹുമതി കോട്ടയം ജില്ലാ യൂണിറ്റിനാണ് എന്നുള്ളത് ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങളോടുകൂടി ഞാൻ അറിയിക്കുകയാണ് എല്ലാവരെയും. അതുപോലെയുള്ള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചിന്നിച്ചിതറിക്കിടക്കുന്ന കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സ്, മെന്റേഴ്സ്, കോച്ചസ്, സൈക്കോളജിസ്റ്റ് എന്നിങ്ങനെ സാമൂഹ്യ രംഗത്ത്, സോഷ്യൽ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു കുടക്കീഴിൽ ഉള്ളിലാക്കി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ സംഘടന രൂപീകൃതമായിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലും ഇതിന്റെ ശാഖകൾ വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം മാനസിക ആരോഗ്യ രംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, ഒക്ടോബർ 10-ന്. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ കോട്ടയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ മെന്റൽ ഹെൽത്ത് സീരീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. അതായത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ മനോഹർലാൽ സാറാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത്, ഉദ്ഘാടനം ചെയ്തത്. സാറിന്റെ വളരെ മനോഹരമായ ഒരു ക്ലാസ്സോട് കൂടിയായിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും സന്തോഷമല്ലേ? ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്നുള്ള ഒരു വിഷയത്തില് ആണ് സാറ് ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് എല്ലാവരും, ശ്രമിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സാറിനെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ, മുൻവിധികളില്ലാതെ, നമ്മളിലെ ഒരു പദവിയുടെ ഒരു ചമയങ്ങളില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. വളരെ നന്നായിട്ട്, സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു ക്ലാസ്സാണ് പോയിന്റ്സ് ബൈ സാർ ഇവിടെ എടുത്തത്. അപ്പം എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഡോക്ടർ മനോഹർലാൽ സാറിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള വേദി ഒരുക്കി തന്ന മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു സാറിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. അപ്പം സാബു സാറിനെ എന്റെ ഹാർദമായ KCTA എന്ന സംഘടനയുടെ പേരിലുള്ള ഹാർദമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ സാബു സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ഈ ഒരു യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോണൽ ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സജി സാറാണ് ഇതിന് മുൻകൈ എടുത്ത് തീർച്ചയായും ഇതിന്റെ അംഗങ്ങളെ എല്ലാവരും വിളിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് സാർ വളരെയധികം ക്ഷീണം പ്രയത്നിച്ചതിന്റെ ഫലമാണ് KCTA കോട്ടയം യൂണിറ്റ് രൂപീകരണം നടന്നത്. അപ്പം സാജി സാറിനെ, വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സജി സാറിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെയാണ് എല്ലാവരും, മനോഹർലാൽ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ
സ്റ്റേറ്റിലെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ ജോസഫ് ജോൺ സാറ്, അതുപോലെ രാജേന്ദ്രൻ സാറ്, അബ്ദുൾ ലത്തീഫ് സാറ് ട്രഷറർ, അങ്ങനെ സൈ സാറൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അവരെയും കൂടി സാറിനെയും കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംഘടന മുമ്പോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും സംഘടനയുടെ പേരിലും ഈ കോട്ടയം ജില്ലയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ കോട്ടയം ജില്ലയുടെ സാരഥികൾക്കാണ് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ KCTA എന്ന സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി ആനിയമ്മ ജോർജ്, അതുപോലെ ജനറൽ സെക്രട്ടറി ഹസീന ബുർഹാൻ, ട്രഷറർ ആയിട്ടുള്ള ലത മോൾ, ശ്രീമതി ഗ്രേസമ്മ മാം ആണ് സ്റ്റേറ്റ് മെമ്പർ ആയിട്ടുള്ളത്, വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ ബാബു തോമസ് സർ, എല്ലാവരെയും ഹാർദമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം നോട്ട് ചെയ്തത്, ഇതിന്റെ മുൻപന്തിയിലുള്ള അല്ലെങ്കിൽ ഭരണസമിതിയിലുള്ളവരെല്ലാവരും വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകളാണെന്നുള്ളതും കൂടി ഞാൻ അഭിമാനപൂർവ്വം ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു അക്ഷീണമായിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലം കൊണ്ടാണ് ഇന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനും ഇതിവിടെ ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കാനും സാധിച്ചത്. എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിന് അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പ്രോഗ്രാം KCTA ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇത്രയധികം ഓഡിയൻസ്, തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള സാന്നിധ്യങ്ങളുണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരെയും, ഓഡിയൻസിനെ എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാണ്. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അത് പിന്നാലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാർ വളരെ മനോഹരമായിട്ടാണ് മനോഹർലാൽ സാറ് നമ്മളിലേക്ക് സന്തോഷത്തിന്റെ കല എങ്ങനെയാണെന്ന് നമുക്ക് പകർന്നു തന്നത്. അതിന്റെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോം സാറിലേക്ക് കൈമാറുകയാണ്. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു മാം. വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് വളരെ മനോഹരമായി ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇനി നമുക്ക് രാജേന്ദ്രൻ സാറിലേക്ക് പോകാം. രാജേന്ദ്രൻ സാർ അൺമ്യൂട്ട് ചെയ്ത് പറയും. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വേദി വന്നിരിക്കാനൊരു ഭാഗ്യം കിട്ടിയത്. എന്തുകൊണ്ടെന്നാൽ കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ 2 ദിവസത്തിന് മുൻപ് മാത്രമാണ് കോട്ടയം ജില്ലയിൽ ഉദിച്ചുയർന്നത്. അതിന്റെ പിന്നില് സാബു സാറിന്റെ നല്ലൊരു പങ്കുണ്ടെന്ന് എനിക്കറിയാം. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രസിഡന്റായ ആനിയമ്മ ജോർജ്, അതുപോലെ തന്നെ സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ ബാബു സാർ, എല്ലാവരും ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ KCTA എന്ന് പറയുന്ന സംഘടനയുടെ ആ മഹത്വം വിളിച്ചോതുന്ന വിധത്തിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ, അതും ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും സാബു സാറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ ഒരു കൂട്ടുകെട്ട്, ഈ ഒരു സ്പിരിറ്റ് ഓടുകൂടി പരസ്പരം നമുക്ക് സഹായകമാകുന്ന വിധത്തിൽ ട്രെയിനറും അതുപോലെ തന്നെ കൗൺസിലേഴ്സ്, മെന്റേഴ്സ്, ഇവരുടെ തൊഴിൽ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നമ്മുടെ സംഘടന ഉപകാരപ്പെടും. ഇതിന്റെ പ്രവർത്തനം ഒന്നും നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ചും കോട്ടയം ജില്ല എടുത്ത ഈ ദൗത്യം വളരെ മഹനീയമാണ്. തീർച്ചയായിട്ടും മറ്റ് ജില്ലകൾ കൂടി ഇത് ഒരു വഴികാട്ടിയാണ് എന്ന് ഞാൻ കരുതുന്നു. സംഘടിപ്പിച്ച എല്ലാവർക്കും ഈ സംഘടനയുടെ, കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമിതിയുടെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട്
ഞാൻ നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. അബ്ദുൽ ലത്തീഫ് സാർ. താങ്ക് യു. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മനോഹർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു കോട്ടയം ജില്ലയ്ക്കാണ് അതിൻ്റെ നറുക്ക് വീണത് എന്നുള്ളതാണ്. കാരണം നേരത്തെ സാബു സാർ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ടാണ് ഈ ഒരു KCTA എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഉദിച്ചുയർന്നത്. നമുക്കറിയാം, നമ്മളെ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ മാത്രമാണ് ഇന്നിപ്പോ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്ന് നമുക്കറിയാം. അതോടൊപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മൈൻഡ്ഫുൾനെസ്സോടുകൂടി, ആ ഒരു ഹാപ്പിനെസ്സോടുകൂടി എന്തൊക്കെ ചലഞ്ചസ് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ കാഴ്ചവെക്കേണ്ടത്. കാരണം ഈ ഒരു പുതിയ സംഘടനയിലൂടെ നമ്മുടെ ലക്ഷ്യബോധം എന്ന് പറയുന്നത് അത് ഒരുപാട് ദൂരെയാണ്. എന്നാൽ നമ്മൾ ഒരുമിച്ച് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായി, വളരെ ഹമ്പിളായി നമുക്ക് കാര്യങ്ങൾ നീക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു ടീമിനുള്ളത്. അത് സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിൽ പോലും വളരെ പക്വതയുള്ള ആളുകളാണ് എത്തിച്ചേർന്നതാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ലീഡേഴ്സിന്റെ കൂടെ ഉള്ളത്. തീർച്ചയായും നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിലുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത് എല്ലാ ജില്ലയിലും, കേരളത്തിലെ 14 ജില്ലകളെയും ഏകോപിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളും ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ അടുത്ത കഴിഞ്ഞ വർഷമൊക്കെ സഞ്ജീവനി പ്രൊജക്റ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോയി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഇനിയൊരു പുതിയ ലാബിലൂടെ നമുക്ക്, അല്ലെങ്കിൽ പുതിയ ഒരു പേരിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും ടീച്ചേഴ്സിലേക്കും സാമൂഹ്യ പ്രവർത്തകരിലേക്കും ഒക്കെ എത്തിക്കാൻ കഴിയണം. ഈ ഒരു അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട കോട്ടയം ടീം അംഗങ്ങൾ, പ്രത്യേകിച്ച് സാബു സാറിൻ്റെ പല ക്ലാസ്സുകളും ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു കോട്ടയം ജില്ലയിലെ ഒരുപാട് അറിയുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. ജോസഫ് ജോൺ സാർ ഫ്രീ ആണോ? ജോസഫ് ജോൺ സാർ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. വിക്ടർ ജോർജ് സാർ, ഇടുക്കി, നോട്ട് ചെയ്യാമോ? ഹസീനയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? സാറേ, ഞാൻ യാത്രയിലാണ്, കേൾക്കാമോ? യെസ്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ വ്യാഴാഴ്ച മാത്രമാണ് KCTA കോട്ടയം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പൊ അന്ന് വൈകിട്ട് തന്നെ നമ്മൾ സാബു സാർ ഈ ഒരു പ്രൊപ്പോസൽ വെക്കുകയും അതുമായി നമുക്ക് മുന്നോട്ട് പോകാനും സാധിച്ചു. പക്ഷേ നമ്മളെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ഘാടനത്തിനും അതിനോട് തുടർന്ന് തന്നെ ഒരു ഫസ്റ്റ് സെഷൻ എടുക്കാൻ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെയധികം എന്താ പറയാ സന്തോഷം നൽകുന്നതും അതുപോലെ തന്നെ അഭിമാനം നൽകുന്നതുമായ ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ സ്റ്റേറ്റിലെ മികച്ച എല്ലാ മെമ്പേഴ്സും, സജി സാറും എത്തേണ്ടതായിരുന്നു, സാറിന് എന്തോ ഒരു അത്യാവശ്യ തിരക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കോട്ടയം ജില്ലയുടെ അമരത്തിരിക്കുന്ന, അതായത് ആ ഒരു ജില്ലയുടെ ഫോർമേഷന് തന്നെ കാരണക്കാരനായ സജി സാർ ഇവിടെ എത്തിയിട്ടില്ല. എങ്കിലും ബാക്കിയുള്ള അബ്ദുൽ ലത്തീഫ് സാറും രാജേന്ദ്രൻ സാറും ജോസഫ് ജോൺ സാറും നമ്മുടെ സെക്രട്ടറി ഉഷ മാമും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ പേര് മറ്റു ജില്ലകളിലുള്ളവരെയാണെങ്കിലും നമുക്ക് അറിയാവുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അപ്പൊ പ്രഗത്ഭരായ എല്ലാവരും തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ലത്തീഫ് സാർ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കാം. സോ ഇന്ന് പങ്കെടുത്ത എല്ലാവരും തന്നെ അറിയുന്നവരാണ്, അതുകൊണ്ട് പ്രത്യേകം ഇനി ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും വളരെ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഇതിലൂടെ തെളിയിക്കാൻ കൂടി സാധിച്ചു. അപ്പം വളരെയധികം സന്തോഷം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. ഷാജു ജോർജ് സാർ.
അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ആവുന്നില്ല. അമൃതജ്യോതി മാം. യെസ് സർ, താങ്ക് യു വെരി മച്ച് സാബു സർ, താങ്ക് യു വെരി മച്ച് മനോഹർ ലാൽ സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു ടോപ്പിക്കാണ് ഇന്ന് സെലക്ട് ചെയ്തത്. വളരെ നല്ല, അതായത് നമ്മള് എല്ലാവരും എല്ലാവരും ദുഃഖമുള്ള കാര്യം കേൾക്കാനാണ് മനുഷ്യൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. എപ്പോഴും ഞാനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ള കാര്യം കേൾക്കാനാണ് ഇഷ്ടം. സന്തോഷമുള്ള കാര്യങ്ങളാ വായിക്കുക. കഴിയുന്നത് നെഗറ്റീവ് അകന്നു നിൽക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാറുണ്ട്. കോമഡികളൊക്കെയാണ് അധികം കാണുക. സങ്കടമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യാം. അതുപോലെ സന്തോഷത്തിന്റെ ഒരു കാര്യം കൂടി, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം നമ്മുടെ ആരോഗ്യത്തെയാണ്. ആരോഗ്യം ശരിയല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായാലും സന്തോഷിക്കാൻ പറ്റൂല. ആരോഗ്യം ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. സന്തോഷം നമ്മളെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, വേറെ ആരും നമുക്ക് കൊണ്ടുത്തരൂല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം സന്തോഷം കണ്ടെത്തുക. അതുപോലെ നമ്മളെ സന്തോഷം വേറൊരാൾക്ക് ദുഃഖം ഉണ്ടാകാതെ ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അല്പ നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ള ആൾക്കാർക്ക് ദുഃഖം കൊടുക്കരുത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച് സർ. സർ, എനിക്ക് വേറൊരു ക്ലാസ്സിൽ പോകാനുണ്ട്, അതുകൊണ്ട് ഐ എം ലീവിങ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഷാജി സർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. നമ്മളൊരു ഒരു പുതിയ സംഘടനയും ഒരു പുതിയ കാൽവെപ്പുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഉള്ളതെല്ലാം തന്നെ വളരെയധികം പരിചിതമായ മുഖങ്ങളുണ്ട്. സാബു സാറിൻ്റെ പല പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. 7 മണി എന്തെങ്കിലും സമയമുണ്ടെങ്കിൽ പരിപാടി പങ്കെടുക്കാറുണ്ട്. വളരെയധികം പ്രയോജനകരമായ വളരെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പുതിയ നമ്മുടെ സംഘടന കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷനിൽ ആയിട്ട് സാറ് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കമ്പൈൻഡ് എഫർട്ടിൻ്റെ വളരെ നല്ലൊരു റിസൾട്ടാണ്. സാധാരണ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ആഴ്ചകളുടെയെങ്കിലും പ്രവർത്തനം വേണം. ഇത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുമ്പോൾ സാബു സാറിൻ്റെ ഒരു നിസ്വാർത്ഥവുമായ നിസ്തുലമായിട്ടുള്ള ഒരു പ്രവർത്തനം കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ധാരാളം ആളുകൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാനുണ്ട്. ഒരു സംഘടന രൂപീകരിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് പറയുന്ന ആളുകൾ നമ്മൾ ചെറുപ്പം പോലെ കാണുന്നുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് നമുക്ക് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ടും നമ്മുടെ തൊഴിലിനോടൊത്തു പോകുന്ന രീതിയിൽ അതിനെ ക്രോഡീകരിക്കാനായിട്ടും നമുക്ക് സാധിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിലേക്കുള്ള വളരെ ശക്തവും മനോഹരവുമായ കാൽവെപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ധാരാളം ആളുകൾ വല്ലാത്ത തെറ്റിദ്ധാരണയിലും അവരുടെ സന്തോഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ സുഖകരമായ ജീവിതത്തെക്കുറിച്ചുമുള്ള വലിയ അന്ധവിശ്വാസത്തിലും കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അന്ധവിശ്വാസം എന്ന് പറയാൻ കാരണം സന്തോഷം കിട്ടാനായിട്ട് ശരിയല്ലാത്ത വഴികളും വലിയ പാതാളക്കുഴിയിലേക്ക് എടുത്ത് ചാടുന്ന തരത്തിലുള്ള ആളുകളാണ് കൂടുതൽ നമ്മൾ കാണാനുള്ളത്. നമുക്കറിയാം, മദ്യവും മയക്കുമരുന്നും മുതലായ കാര്യങ്ങളൊക്കെ. അതൊക്കെ എങ്ങനെയാണ് അവർക്ക് ദോഷകരമാകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കും. കുറച്ചു പേരെങ്കിലും ഒരു നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു വഴിയിലേക്ക് നയിക്കാനായിട്ടും അതുവഴി നമ്മളൊക്കെ ജീവിച്ചതിൽ നിന്നും കുറെ കൂടി നല്ല ഒരു ലോകം നമ്മുടെ മക്കൾക്ക് ജീവിക്കാനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അക്കാര്യത്തിലേക്ക് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറ്, രാജേന്ദ്രൻ സാറ്, ഇപ്പോൾ സാബു സാറ്, നമ്മുടെ ഉഷ മാഡം, അതുപോലെ ധാരാളം ആളുകളുണ്ട്. ഇവിടെ ഇതിപ്പോൾ കാണുന്ന ഉഷ മാഡം ആണെങ്കിലും നമ്മുടെ ഹസീന മാഡം ആണെങ്കിലും ഞങ്ങൾ സഹപാഠികളാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്, പല മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. എന്തായാലും നമുക്ക് വളരെയധികം ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും, വലിയ പണച്ചെലവില്ലാതെ ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങൾ അധികം മാറ്റിവെക്കാതെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇനിയും ഭാവിയിലേക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. സലീമ ജോസഫ് മാം ഉണ്ടോ? ജോസഫ് ജോൺ സാറ്. സലീമ മാം കേൾക്കാം? താങ്ക് യു സർ.
വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വെബിനാറാണ് നടന്നത്. നമ്മൾ സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. നമ്മുടെ ജീവിതം ആക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിത ലക്ഷ്യം. അത് സാധിക്കുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അതിലൂടെ സ്വയം സന്തോഷം കണ്ടെത്തുക. അതിനുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഏറ്റവും വിജയകരമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. അതിനു വേണ്ടിയിട്ട് ഇന്ന് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ച മനോഹർ സാറ് ഉൾപ്പെടെ എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ നമ്മളെ കൊണ്ടാവുന്നത്, മദർ തെരേസ പറഞ്ഞതുപോലെ വലിയ സൂര്യനെ പോലെ പ്രശോഭിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു മെഴുകുതിരി വെട്ടം നൽകുവാൻ, ഒരു മെഴുകുതിരിയുടെ പ്രകാശം പരത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഒരു മെഴുകുതിരിയിൽ നിന്ന് അനേകമായിട്ട് അത് വർദ്ധിച്ച് പെരുകും എന്നതിന് സംശയമുള്ള കാര്യമല്ല. അങ്ങനെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. That's all. Thank you. Thank you, ma'am. രമാവതി മാം. സാബു സാർ, അതുപോലെ ഡോക്ടർ മനോഹർലാൽ സാർ. ഞാൻ ബസ്സിലായിരുന്നു സാറേ, അതുകൊണ്ട് നഷ്ടബോധമുണ്ട്, ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കഴിയുന്നതും ചെവിയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോണ്ട് വന്നത്. നല്ല വോളിയം കുറച്ചിട്ട് കേൾക്കാമോ സാറേ ഞാൻ പറയുന്നത്? കേൾക്കാം, പറഞ്ഞു. കേൾക്കാന് ഒരു വോളിയം കുറഞ്ഞു. അപ്പം അങ്ങനെ ഈ ക്ലാസ് നഷ്ടാവല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. കാസർഗോഡ് പോയിട്ട് വരികയായിരുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം നമ്മൾക്ക് ഇപ്പം ജനനം മരണം അതിനിടയിലുള്ള ഒരു സംഭവമാണ് ജീവിതം എന്നുള്ളത്. ആ ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന അത് ചെയ്തേ പറ്റും. കാരണം നമ്മളിപ്പോ എല്ലാവരും പറയും ഭൂമിയിൽ വരുന്നത് നമ്മളെല്ലാം ചെയ്തിട്ട് നല്ലതായിട്ട് പോകാനാണ്. എനിക്ക് തോന്നുന്നത് ഈ ഭൂമിയിലേക്ക് വരുന്നത് പിന്നെ വരുമ്പോ തന്നെ ഈ കുട്ടികള് എന്തിനാ കരയുന്നത്, ഇവിടെ വരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് കുട്ടികള്. അവർക്ക് ഇഷ്ടമില്ല, ഭൂമിയിലേക്ക് വരാൻ ഇഷ്ടമില്ല. ഞാനിപ്പോ ഹോസ്പിറ്റലിലായിരുന്നു ബൈസ്റ്റാൻഡറായിട്ട്. ഇപ്പൊ 2-3 ദിവസം ഇവിടെ ലേബർ റൂമിന്റെ അവിടെ നിൽക്കുക കരച്ചില കേൾക്കുന്നത്. എനിക്ക് വരണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റാൻ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മള് ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പം പിന്നെ കാരണം നമ്മളിപ്പോ ഒരു ജോലി കിട്ടിയിട്ടാകുമ്പോ ഒരു ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഓടിക്കുന്നതിനാ അവരെ വീട്ടില് 4-5 പേര് കഴിയാൻ മാത്രമല്ല, അതൊരു സേവനാണ്. ജനങ്ങളെ കൊണ്ടുപോവുക, ഇവിടെ കൊണ്ടുപോവുക, അവിടെ കൊണ്ടുപോവുക, പൈസ മേടിക്കുക. അപ്പൊ ജനങ്ങൾക്ക് അതൊരു സേവനം കൂടിയാണ്, അയാളുടെ ജീവിത ഇതാകുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ജോലിക്കും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം സാറ് ഇപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, പിന്നെ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം. കാരണം ചിരി ഇങ്ങനെ ചിലവര് ചിരിക്കാൻ പറയുമ്പം ഈ ഫോട്ടോ എടുക്കുന്ന പോലെ ചിരി ഫിറ്റ് ചെയ്യും മുഖത്ത്. അത് വേണ്ട. കാരണം ഈ ചിരി എന്നുള്ള സംഭവം മനസ്സിൽ തന്നെ വരണം. ആ മനസ്സിൽ നിന്ന് വന്നാലേ ആ ചിരി പൂർണ്ണമായിട്ടും മുഖത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ചിരിയാന്നുള്ളത്. അങ്ങനെ അതുപോലെ അടുത്ത് ഇപ്പൊ നമ്മള് എല്ലാ തരത്തിലും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോ ഇടയ്ക്കൊന്ന് അടുത്ത വീട്ടിലൊന്ന് അന്വേഷിക്കുക, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ അറിയാം. കാരണം തൊട്ടടുത്ത വീടുകളിലാണല്ലോ. കാരണം നമ്മൾക്കിപ്പോ നമുക്ക് എന്ത് നമുക്ക് സാറ് പറഞ്ഞ പോലെ പണമോ പ്രതാപോ അല്ലെങ്കിൽ എന്ത് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെയുള്ള സംഭവം വന്നാല് അടുത്തിരിക്കുന്ന ശത്രുക്കളായിരിക്കും. അതായത് മക്കളുടെ ഇല്ലെങ്കിൽ അടുത്തുള്ളവരാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത്. അപ്പം പെട്ടെന്ന് അത് പറയാൻ വേണ്ടി മാത്രം പോകുമ്പോൾ നമുക്കൊരു ജാള്യത ഉണ്ടാവും. ആ ജാള്യത മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അറിയുക, അന്വേഷിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഷെയർ ചെയ്യുക. അപ്പൊ അവർക്കും സന്തോഷം കാണും. കാരണം അതുപോലെ നാട്ടിലാണെങ്കിൽ നമ്മളിപ്പം സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരെ പോലെ തന്നെ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പം ഈ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജനനത്തിന് മരണത്തിനിടയിലുള്ള ഈ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിച്ചത് മരിക്കുമ്പോ നമ്മളോട് ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും വന്നിട്ട് വർത്താനം വരെ പറയുന്നത്.
പൊതുവേ നമ്മള് ബോഡിന്ന് വിളിക്കുക, രമാന്നൊന്നും അന്നേരം വിളിക്കൂല. ബോഡി വന്നു, ബോഡി കൊണ്ടുവരുന്നുണ്ട്, ബോഡി നാളെ അടക്കം ചെയ്യുന്നു, ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ളത് കുറച്ച് നല്ല വാക്ക് കേൾക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. അത് മനുഷ്യർക്ക് വളരെ കാരണം നമ്മളിപ്പം ഈ സാബു സാറിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കഴിവുള്ളവരാണ്. അവരിപ്പോ ഓരോ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴും പിന്നെ അതിപ്പം നമുക്ക് കേൾക്കുമ്പോ സന്തോഷമുണ്ട്. സാറ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ നല്ലൊരു ക്ലാസ് എടുത്തു. അപ്പൊ കേൾക്കുമ്പോ സന്തോഷമുണ്ട്. സാറയില് പറഞ്ഞു ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമെല്ലാം പറഞ്ഞു. എനിക്ക് തോന്നുന്നു സാബു സാറിന്റെ ക്വാളിഫിക്കേഷൻ പറയാൻ തന്നെ കുറെ സമയം എടുത്തു തോന്നുന്നു. ഒരുപാട് ക്വാളിഫിക്കേഷൻ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. പിന്നെ സാറ് പറഞ്ഞ യോഗ, ഞാനിപ്പം ഒരു SRCന്റെ ഒരു കൊല്ലം പഠിച്ച യോഗ അധ്യാപികയാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർക്ക് യോഗ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വലിയ പ്രാണായാമം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അക്യുപ്രഷർ ഒരു കൊല്ലം പഠിച്ചു DHC. അതിപ്പം അക്യുപ്രഷർ പഠിച്ചിട്ടുണ്ടല്ലോ സാറേ, വീട്ടിൽ വന്നിട്ട് ക്ലിനിക്ക് തുടങ്ങിയിട്ടില്ല. വീട്ടിൽ വിളിച്ചിട്ട് വരുന്നവർക്ക് ഞാൻ സേവനം കൊടുക്കും. പക്ഷെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടാകുമ്പോൾ ഒരു നേഴ്സ് പറഞ്ഞു എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യാന്ന്. അപ്പം ഞാനതൊന്നും നോക്കില്ല. ഞാൻ അവിടെ അവരെ വിളിച്ചിരുത്തിട്ട് അത് ട്രീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു 1 രൂപ തരും എനിക്ക് എന്ന് വെച്ചു. അത് ഒരു പ്രതിഫലം പോലെ ഞാൻ മേടിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും വളരെ മോശമായിട്ട് നമ്മൾ ലൈഫ് പോകുന്നു. അങ്ങനെ പോകുമ്പോഴും നമുക്കിങ്ങനെ ഈ ലൈഫിൽ നല്ല രീതിയിലാവണമെങ്കിൽ എന്തായാലും ചെയ്തേ പറ്റൂ സാറേ. ഓക്കെ മാം, താങ്ക് യു. അടുത്തേക്ക് പോവാം. കേൾക്കുന്നില്ലല്ലേ? ഓക്കെ, വേണുഗോപാൽ സാർ മാം. ആദ്യമായിട്ട് അതിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മനോഹർ ലാൽ സാറിന് എൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ സംഘടന രൂപീകൃതമായതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. സാർ പറഞ്ഞു, ഒരു സംഘടന രൂപീകരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നല്ല നല്ല സാമൂഹ്യ രംഗത്ത് മാറ്റങ്ങൾ വരുത്തുവാൻ ഉതകുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കുറേയധികം വ്യക്തികൾ കൂടിയാണ് ഈ സംഘടന രൂപം കൊടുക്കുവാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത്. ഈ ക്ലാസ് നല്ലൊരു തുടക്കമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ ജീവിതത്തിൽ അതിപ്രാധാന്യമേറിയ ഒരു സബ്ജക്റ്റ് ഇതാണ് മനോഹർ സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേ മനോഹർലാൽ സാർ വളരെ മനോഹരമായി തന്നെ ആ സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നു. സംസ്ഥാന തലത്തിൽ രൂപീകൃതമായ സംഘടനയാണ് ഇത്. രൂപീകൃതമായിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ ഒരു ഫസ്റ്റ് കാൽവെപ്പ് അത് 1.5 കാൽവെപ്പായിട്ട് കോട്ടയം ചാപ്റ്റർ മാറ്റി എന്നുള്ളതാണ് വസ്തുത. ഈ മെന്റൽ ഹെൽത്ത് ഡേയുടെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് 10 ദിവസത്തെ ക്ലാസ്സുകളാണ് കോട്ടയം ചാപ്റ്റർ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ KCTA സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ മനോഹർലാൽ സാറ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് മനുഷ്യരെ അവരുടെ ചിന്തയിലൊന്ന് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അത് മാത്രം മതി സമൂഹം നന്നാകാനായിട്ട്. പക്ഷേ അത് ഇടപെടേണ്ടടുത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇടപെടേണ്ടവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ KCTA അതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു സംസ്ഥാന തലത്തിലുണ്ട്, എല്ലാ ജില്ലയിലും ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും യൂണിറ്റുകളുണ്ട്. കഴിഞ്ഞ ദിവസം രൂപീകൃതമായ കോട്ടയം ജില്ല അവരുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിന് ആതിഥ്യം അരുളുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സാബു കേരളം സാറാണ്. സാറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സംഘാടന വൈഭവവും മഹാമനസ്കതയും ഒക്കെയാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആരംഭിക്കുവാൻ നമുക്ക് സാധിച്ചത്. അപ്പോൾ സാമൂഹ്യ പരിവർത്തനം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ KCTA എന്ന് പറയുന്നത് കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ്, മെന്റേഴ്സ്, അങ്ങനെ മനുഷ്യരെ മനുഷ്യരാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യത്വത്തിലേക്ക് തിരിച്ചുവിടുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. ഓക്കെ, എന്തുകൊണ്ടും
ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, മനുഷ്യർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊരു വസ്തുതയാണ്. എവിടെയാണ് അതിൻ്റെ പ്രശ്നം ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയണം, അതിനെ തിരുത്തണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിന് ഒത്തിരി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്ത സഞ്ജീവനി എന്നൊരു പദ്ധതി, നേരത്തെ ഞാൻ അതേക്കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല, നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതേക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് രാജേന്ദ്ര സാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മളൊരു യാത്ര തുടങ്ങിയാണ്. ആ യാത്രയിൽ ഇന്നൊരു കുതിച്ചുചാട്ടത്തോടെ, ഒരു ലീപ്പോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ആവേശം പകരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. എല്ലാവരും ത്രിൽഡ് ആണെന്നാണ് ഞാൻ പറയുക. KCTA എല്ലാ നേതൃത്വവും, ജില്ലാ ഘടകമായാലും സംസ്ഥാന ഘടകമായാലും എല്ലാം. ഏതായാലും നമുക്ക് ഇന്ന് ഡോക്ടർ മനോഹർ ലാൽ സാർ തന്നെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും വളരെ ആവേശത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ പങ്കെടുത്തു, സംസാരിച്ചു. ഒത്തിരി ഊർജം പകരുന്ന ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണുന്നു. ഇതിനെ സംഘടിപ്പിച്ച കോട്ടയം ജില്ലാ ഭാരവാഹികളെ പ്രത്യേകം അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നാളെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ക്ലാസ് എടുക്കുന്നത് ജോസഫ് ജോൺ സാറാണ്. സെൽഫ് ലവ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാണ് വിഷയമാണ് നാളെ സാറ് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം സെൽഫ് ലവ് ഇല്ലെങ്കിൽ പിന്നെ എന്ത്, അല്ലേ, നമ്മളുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് രാജു സാർ ഒന്ന് ഷോർട്ട് ആക്കി കേട്ടോ. നമുക്കൊരു 2-3 പേരോട് വിളിച്ചിട്ട് സോറി, എനിക്കൊരു ഇടയ്ക്കൊരു യാത്ര വന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നത്. പറഞ്ഞോളൂ രാജു സാർ, അഡ്മിറ്റ് ചെയ്യും. പെട്ടെന്ന് സ്വല്പം താമസിച്ചു. കഴിഞ്ഞ 4-5 വർഷമായി ഈ വേദിയിലെ ഒരു സ്ഥിര സാന്നിധ്യമാണ് ഞാൻ. ഇന്നലെ ഈ പ്ലാറ്റ്ഫോം സംഘടിപ്പിച്ചതായ ഈ പ്ലാറ്റ്ഫോം ഹോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സബു സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്, മാത്രമല്ല നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇന്ന് എനിക്ക് ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എന്നാണ് ചിന്തിക്കുന്നത്. KCTA തീർച്ചയായിട്ടും നല്ലൊരു സംരംഭമാണ്. കാരണം സമൂഹത്തിന് വെളിച്ചം പകരാനായിട്ടുള്ള ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കെച്ച് ദി ഡാർക്ക്നെസ് എന്ന് പറയാറുണ്ട്. തീർച്ചയായും അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു ചെറു തിരിയെങ്കിലും തെളിച്ചു വെക്കാൻ സാധിക്കുന്നത് വളരെ വലിയ കാര്യമാണ്. മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്, മേ ബി യു കനോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ്, ബട്ട് യു ക്യാൻ ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. വളരെ നമ്മൾ ചെയ്യുന്ന എന്ത് ചെയ്താലും അതിന് പിന്നിലുള്ളതായ ചേതോവികാരം, അതിന് പിന്നിലുള്ളതായ ലക്ഷ്യം, അതിന് പിന്നിലുള്ളതായിട്ടുള്ള സ്നേഹം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ സ്നേഹം ഈ പ്രേരകമായിട്ട് തീർന്നിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായും ഇന്നത്തെ ഈ ചടങ്ങ് വളരെയധികം ചിലവായിരുന്നു. നമ്മുടെ ഉഷാ മാഡമൊക്കെ ഇതിൻ്റെ വലിയ ഭാരവാഹിയാണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉഷാ മാഡത്തിൻ്റെ പുഞ്ചിരിയുടെ പുറകിൽ ഇങ്ങനെയുള്ളതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. സബു സാറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബാക്ക് ടു സബു സാർ. താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യാം. അതിന് മുമ്പ് സുഭാഷ് സാർ ഒന്ന് അഡ്മിറ്റ് ചെയ്യാമോ? വേറെ ആർക്കെങ്കിലും പറയണമെങ്കിൽ, ഓമനമാം ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്താൽ മതി. പുതിയൊരു സംഘടനയായിട്ട് പ്രവർത്തിക്കാൻ സാബു സാർ അവസരം ഉണ്ടാക്കി തന്നതിന് സാബു സാറിന് പ്രത്യേകം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരം റീമൈൻഡ് എന്ന് പറഞ്ഞ ഒരു സംഘടനയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പൊ സൂപ്പർ ഡിപ്ലോമയ്ക്ക് ക്ലാസ് കഴിഞ്ഞു, ഇനി എക്സാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് സഹകരിക്കാനുള്ള തിരുവനന്തപുരം യൂണിറ്റ് തുടങ്ങുകയാണെങ്കിലോ അഥവാ തുടങ്ങിയോന്ന് എനിക്കറിയില്ല, ആണെങ്കിൽ അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് പല ആളുകളുമുണ്ട്. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുണ്ട് സാർ, നിങ്ങൾ അറിയിക്കാം. സാർ ഗുഡ് ഈവനിങ് സാർ. സുഭാഷ് സാർ പറഞ്ഞോളൂ. സാർ എൻ്റെ വീഡിയോ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നു. ഞാൻ സാർ ആക്ച്വലി ബേസിക്കലി കാലിക്കറ്റ് നിന്നാണ്. അപ്പൊ ഞാൻ ബാംഗ്ലൂരിലാണ് സെറ്റിൽ, ഒരു ഓൾമോസ്റ്റ് 25 years ആയിട്ട് അവിടെയാ. അപ്പൊ അവിടെ പല നിംഹാൻസിലെ പല പ്രൊഫസേഴ്സായിട്ട് ഇപ്പോഴും ഞാൻ കണക്റ്റഡ്. അപ്പം സാറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ
കുറെ മെന്റേഴ്സും വരൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഈ സൈക്കോളജി കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണ്. എവിടെ നോക്കിയാലും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. ബിക്കോസ് എനിക്ക് ഇന്നിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു തോന്നലും ഭയങ്കര ഷോർട്ട് ടെമ്പറും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം എനിക്കൊരു സംശയം വന്നു വെച്ചാൽ സാറ് നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഷോർട്ട് ടെമ്പർ വരുന്ന സമയത്ത് ഡോപ്പോമിന്റെ ലെവല് കുറയും അല്ലെങ്കിൽ മറ്റേതിൽ കുറയും. എന്റെ സംശയം ഇത് ഈ ഹാപ്പി ഹോർമോൺസ് കുറയുന്നതിനെ കൊണ്ടാണോ ഈ പ്രോബ്ലം വരുന്നത്, അതോ ആ ഇമോഷണൽ ഇംബാലൻസ് ഉള്ളതിനെ കൊണ്ടാണോ ഈ ഹാപ്പി ഹോർമോൺസ് കുറയുന്നത്? അപ്പം നമ്മൾ പല സപ്ലിമെന്റുകൾ ഉപയോഗിക്കും. ഞാൻ ഇപ്പോഴും നെക്സിറ്റോ പ്ലസ് കഴിക്കുന്നുണ്ട്, നെക്സിറ്റോ 10 കഴിക്കുന്നുണ്ട്, പ്രോഡക്റ്റ് അങ്ങനെ പലതും. കുറച്ച് ഇമ്പൾസീവ് ആണ്, OCPD ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ ഞാൻ എൻ്റെ ഒരു 25 years ഈ സൈക്കാട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല ഡോക്ടേഴ്സ് അക്രോസ് ആയിട്ടുള്ള ഞാൻ കണക്ട്. അപ്പൊ എനിക്ക് അത് കുറച്ചും കൂടി റിസോൾവ് ചെയ്യണമെന്നുണ്ട്. അതാണ് ഞാൻ സാറിന് എനിക്കൊരു ചാൻസ് തന്നപ്പോൾ. ബിക്കോസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊക്കെ വലിയ വലിയ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഓൺലി ആൻ ആസ്പിരന്റ്. സോ പോവാ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിചാരിക്കണു. താങ്ക് യു സോ മച്ച് സർ. മനോഹർ സാർ, ഒരു ആൻസർ പറയാമോ? മുന്നോട്ടാവുന്നില്ല, പറയും. ഹലോ. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് അല്ലേ സാറേ? നമ്മുടെ ദേഷ്യം വരുന്നത് അല്ലേ, അതിനല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? അതെ അതെ, ദേഷ്യം വരുമ്പം സെറോട്ടോണിൻ കുറയുന്നത് അതോ തിരിച്ചാണോ? അതെ. അത് ഈ നമ്മുടെ ഹോർമോണുകൾ എന്ന് വെച്ചാൽ ഇത് ന്യൂറോ കെമിക്കൽസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമാവുന്ന കാര്യങ്ങൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ജനറ്റിക്കലായിട്ട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ സോഷ്യൽ കണക്ഷൻസിലൂടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെ കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ദേഷ്യത്തിന്റെ ഒരു കാരണം ഒന്ന് ജനറ്റിക്കലാവാം. പിന്നെ പാരൻസിന്റെ അഗ്രസീവ് ബിഹേവിയർ, പാരൻസ് അല്ല അല്ലെങ്കിൽ കെയർടേക്കേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം. ഇവരുടെ അഗ്രസീവ് ബിഹേവിയർ കുട്ടികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. 7 വയസ്സ് വരെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ്. അപ്പോൾ ഞാൻ എന്ത് കാര്യം വരുമ്പോൾ ഇത് പാരന്റിങ്ങിലേക്ക് വരുന്നുണ്ട്. പാരന്റിങ് എന്ന് പറഞ്ഞാൽ അതിൽ ടീച്ചേഴ്സും കൂടി അതിൽ പെടുന്നുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ അങ്ങനെയാണ് പാരന്റിങ് എന്നാണ്. ഇത് പാരന്റ്സ് മാത്രമല്ല, കൂടുതൽ സമയം ടീച്ചേഴ്സ് ആയിട്ട്. സാർ അത് പറഞ്ഞപ്പോൾ ഓർത്തത് ടീച്ചേഴ്സ് ഡേയും കൂടെയാണ്. ടീച്ചേഴ്സ് സെപ്റ്റംബർ 5th. ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്നുണ്ട് യു ആർ ചൂസിങ് യുവർ പാരന്റ്സ് ആൻഡ് യു ആർ ചൂസിങ് യുവർ ടീച്ചേഴ്സ്. സോ വി കനോട്ട് ബ്ലെയിം. സെപ്റ്റംബർ 5 അല്ലേ? അല്ല, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അല്ല, ഞാൻ സാറിനോട് എഗ്രി ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്നൊരു ബുക്കിൽ ഉണ്ടായിരുന്നു. യു ആർ ചൂസിങ് യുവർ പാരന്റ്സ്, യു ആർ ചൂസിങ് യുവർ തിങ്, ദർ ഇസ് നോ ബ്ലെയിം ഗെയിം. എല്ലാം ആക്സിഡന്റലാണ്. നമ്മൾ എവിടെ ജനിക്കുന്നത് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഏത് മതത്തിൽ ജനിക്കണമെന്നോ ഏത് രാജ്യത്ത് ജനിക്കുന്നോ ഒന്നും നമ്മുടെ പെർവിയിൽ വരുന്ന കാര്യമല്ല. ആക്സിഡന്റൽ, എല്ലാം ആക്സിഡന്റലാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലൂടെ നമുക്ക് നല്ലൊരു പാരന്റിങ് കിട്ടി, നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എല്ലാം കിട്ടിയ നമ്മൾ ഭാഗ്യവന്മാര്. പിന്നെ അവരെ കൂടി നന്നാക്കുന്ന ഒരു പ്രവൃത്തിയാണ്, നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് ഏതൊരു പ്രയാസത്തിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ, ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ക്ലിനിക്കൽ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായത്. ഹാപ്പിനെസിന്റെ മെയിൻ ആയിട്ട് തന്നെ അക്സെപ്റ്റൻസ് ആണ്. പിന്നെ നമുക്ക് പല പാരന്റ്സിനും ഭയങ്കര സന്തോഷം ഇല്ലാണ്ടിരിക്കുന്ന എക്സ്പെക്ടേഷനെ കൊണ്ടാണ്. എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോബ്ലംസ്. ഇപ്പൊ നമ്മള് കുട്ടികളെ വളർത്തുമ്പോൾ നമുക്ക് ആ എക്സ്പെക്ടേഷൻ ആദ്യം തന്നെ ഇതൊക്കെ അറ്റാച്ച്മെന്റ് ആണല്ലോ നമുക്ക് ആ പെയിൻ ഉണ്ടാക്കുന്നത്. അപ്പം നേരത്തെ പോലത്തെ നമ്മൾ മെന്റലി പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിൻ ഉണ്ടാവാണ്ടിരിക്കും. എക്സ്പെക്ടേഷൻ എന്റെ പ്രിൻസിപ്പിൾ തന്നെ അക്സെപ്റ്റൻസ് ഒരു വലിയൊരു കാര്യമാണ്. അക്സെപ്റ്റൻസ് വളരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ ഇതുമാതിരി എക്സ്പെക്ടേഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പല ആൾക്കാരോട് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്തപ്പോ എന്റെ സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു, വൈ യു ആർ കീപ്പിംഗ് ഡിസ്റ്റൻസ് വിത്ത് മൈ ചിൽഡ്രൻ. അപ്പം ആ ഒരു ക്ലോസ്നെസ് വന്ന എന്തെങ്കിലും അവരുടെ സ്ഥലത്ത് നിന്ന് മറുവാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പെയിനെ ഒഴിവാക്കാമല്ലോ. സോ നമ്മൾ പറയും സ്പിരിച്വലി താമരേന്റെ മുകളിലത്തെ ഇലയിലെ വെള്ളത്തിന്റെ മുത്തുമാരി ആയാൽ മതിയല്ലോ. Be with the drop of water with unattached. അല്ല സാറേ, ഞാനതിൽ ഒരു കാര്യം സപ്ലിമെന്റ് ചെയ്യാം. സാറ് പറഞ്ഞത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യം. ഞാൻ ഇതില്
ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി പറയുമ്പോൾ ബുദ്ധന്റെ ഒരു കാര്യങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ബുദ്ധൻ പറയുന്ന 3 കാര്യങ്ങളാണ്. കാരണം മനുഷ്യന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്, സ്ട്രഗിളിംഗ് ആണ് ലൈഫ് എന്നുള്ളത്. പിന്നെ അതിന് ഒരു അടിസ്ഥാന കാരണം ഉണ്ട് എന്നുള്ളതും പുള്ളി പറയുന്നുണ്ട്. പിന്നെ ക്ലേശത്തിൽ നിന്ന് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടൽ സാധ്യമാണെന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായുള്ള ഒരു ചിന്താഗതിയാണ് ബുദ്ധന്റെ ഉള്ളത്. അല്ലെങ്കിൽ അയാളുടെ 8 പടവുകളാണ് മുമ്പ് പറയുന്നത്, 8 സ്റ്റെപ്സ് ആണ് മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്നത്. 8-fold path. അവിടെ ആയിരിക്കണം. ശരിയായ ലക്ഷ്യം വേണം, ശരിയായ ഭാഷണം വേണം, ശരിയായ പ്രവൃത്തി വേണം, ശരിയായ ഉപജീവനം വേണം, ശരിയായ അധ്വാനം വേണം, ശരിയായ ഏകാഗ്രത വേണം, ശരിയായ ശ്രദ്ധ അഥവാ മൈൻഡ്ഫുൾനെസ്. ഞാൻ ആ മൈൻഡ്ഫുൾനെസ്സിലാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വേദന 2 രീതിയിൽ ഉണ്ടാവുന്നതാണ് ബുദ്ധൻ പറയുന്നത്. നമുക്കൊരു മുറിവ് പറ്റി, ആ മുറിവിന്റെ ഒരു ഫിസിക്കൽ പെയിൻ നമുക്കുണ്ട്, അതിൻ്റെ കൂടെ നമുക്കൊരു മെന്റൽ പെയിൻ ഉണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ പെയിനിനെ നമുക്കൊന്നും ചെയ്യാനില്ല, മരുന്ന് വെക്കണം. ഈ മെന്റൽ പെയിനിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ മെന്റൽ പെയിൻ നമ്മൾ ഇല്ലാതാക്കുമ്പോഴാണ് നമ്മുടെ ആ വേദന കുറയുന്നത്. അത് മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വിശദമായിട്ട് പറയാം. ഞാനിപ്പോൾ സാറ് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. അതുപോലെ തന്നെ ഓക്കെ, നമ്മളെ വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണെന്ന് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ടീച്ചേഴ്സിനും ഒരു ആദരം കൂടെ അർപ്പിക്കുകയാണ്. അതുപോലെ 1-2 പേരോട് ഉണ്ടായിരുന്നല്ലോ. ആർക്കെങ്കിലും ഇനി അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? വത്സമാമ പോയോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി കോട്ടയത്തിൻ്റെ സാരഥിയിലേക്ക് ഒന്ന് പോയി സാരഥിയുടെ വാക്കുകളിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. അനിമ മാം ഒന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ടോ സാറ്? കേൾക്കാം. യെസ്. ഓക്കെ, താങ്ക് യു. ഒരു എന്താ പറയുന്നത്, എനിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നതാണ്. സാധാരണ ഞാൻ ഒത്തിരിയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും സാബു സാറ്, ഹസീന മാമ, നമ്മൾ 3 പേര് ഇന്നലെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ ഒരു ടൈം ഷെഡ്യൂൾ പോലും മാറ്റിവെച്ച്, ഡെയിലി റൂട്ടീൻസ് മാറ്റിവെച്ച്, മണിക്കൂറുകളിലെ മിനിറ്റുകളുടെ മാറ്റിയുള്ള ഒരു ജീവിതം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര എന്നാ പറയുന്നത്, എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. പക്ഷെ എങ്ങനെ ദൈവം കടത്തി വിട്ടു. ഒത്തിരിയധികം സന്തോഷം. ഇത്രയും പൂർത്തീകരണം എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളതിൽ ഞാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ എനിക്കറിഞ്ഞൂടാ. മനോഹർ സാർ, എക്സ്ട്രീംലി സോറി, എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന് റിപ്ലൈ ചെയ്യണേ. പിന്നെ അതിനെയും ഫിയർ ആയിട്ടൊന്നും തോന്നില്ല, എന്നാലും ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ കൂടുതൽ സൈക്കോളജി റിലേറ്റഡ് അല്ല, അങ്ങനെ അവർക്ക് അക്സെപ്റ്റൻസ്, പിന്നെ അവരെ കാമാക്കേണ്ട ഉത്തരവാദിത്വം വന്നു. ഒത്തിരിയധികം എനിക്ക് പേഴ്സണൽ കോൾസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അവരെ. അപ്പം എനിക്ക് മനസ്സിലായി അവരുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്നും അവരെത്രത്തോളം സ്ട്രെസ്ഡ് ആയിട്ടാണ് ഈ ഒരു നോട്ടീസിനെ അക്സെപ്റ്റ് ചെയ്തെന്നുള്ളത്. ഞാൻ ബേസിക്കലി പ്രോബ്ലം കൗൺസിലറായിട്ടാണ് ലീഡ് ചെയ്യുന്നത്. എന്നാൽ അല്പം വർക്ക് ചെയ്തിട്ടുള്ളത് കുഞ്ഞുങ്ങളോടൊപ്പം തന്നെയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഏതൊരു അവസ്ഥയിൽ വന്നാലും നമ്മൾ അതുങ്ങളെ നോർമൽ സ്റ്റേജിലാക്കി അവർക്ക് റിലീഫ് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹം അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, ഗുരുദൈവം, എനിക്കൊന്നും പറയാനില്ല. ഇനി മുകളിലായിട്ടുള്ള എന്താ പറയുക, സോണൽ സജി സാറിനെ വരെ കണ്ടു ഞാൻ, രാജേന്ദ്രൻ സാറിനെ. അതിന് മുകളിലേക്കുള്ള ഷംനമാമനെയും മനോഹർ സാറിനെയൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കണ്ടിട്ടുള്ളേ ഉള്ളൂ, ലൈവ് കണ്ടിട്ടില്ല. ഉഷമാമനെ ഒത്തിരി സംസാരിച്ച് ഞങ്ങൾ, പക്ഷെങ്കിൽ നേരിട്ട് കണ്ടില്ല.
ഒക്കെ സാവകാശം പിന്നാലെ നടക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തോണ്ട് ഏറ്റവും ഇത്ര വേഗതയിലാണ് വന്നതെങ്കിലും എന്താ പറഞ്ഞ ഈ കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് ഹസന മാമനും ഒപ്പം ഒരു സമയബന്ധിതമല്ലാത്ത രീതിയിൽ പുറക്കളച്ചിരുന്ന് ഇത്രയധികം ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് ഞാൻ ഇടയ്ക്ക് ഇടവിട്ട് മിനി സ്ലീപ്പിലേക്ക് പോയി മാറുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് സാബു സാറിനോടോ ഹസന മാമനോ റിപ്ലൈ കൊടുക്കാൻ പോലും സാധിക്കാതെ വന്നിട്ടുള്ള മൊമെന്റുകളുണ്ട്. എന്നാലും നമ്മൾ അതിനെയും ഓവർകം ചെയ്തു. ഒരു ശരിക്കും സാബു സാറിനെ ഫീൽ ചെയ്യുന്നുണ്ടത് എനിക്ക് മനസ്സിലാവുന്നു. സാറിന്റെ മുഖത്ത് തന്നെ ഉണ്ട് ആ കടന്നുപോയ വഴിയുടെ വ്യത. എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് ഒത്തിരി താങ്ക്സ്. ഫാസ്റ്റ് ആണോ എന്നുള്ള ഒരു ടെൻഷനേ ഉള്ളായിരുന്നു. നമ്മൾ ഈ ഒരു പൊസിഷനിൽ വന്ന് പോയത് കൊണ്ട് എനിക്കൊന്നും അറിയില്ല, ആരെയും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. പിന്നെ ഹസന മാം കുറച്ച് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഹസന മാമിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ കറക്ഷൻസ് മാത്രം എൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ആവശ്യപ്പെട്ടുള്ളത്. ഇപ്പൊ സാബു സാറാണേലും എനിക്ക് ഒത്തിരിയധികം സപ്പോർട്ട് ചെയ്തു. എവിടെയൊക്കെയും കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എന്നോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. എനിവേ എനിക്കൊന്ന് റിപ്ലൈ ഇടാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം വെച്ച് എന്താ പറയുന്നത്, ഒരല്പം ഫ്രീഡം കിട്ടുന്ന സമയം നോക്കി വന്ന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന റിപ്ലൈക്ക് കൂടുതൽ വോയിസിനൊക്കെ പോലും നീള കൂടുതലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു വശം സ്ട്രെസ് കൂടിയിട്ടാണ്. എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, തുടക്കമായതുകൊണ്ടായിരിക്കും. കുറച്ചാകുമ്പോൾ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാവും മാം, നോ പ്രോബ്ലം. എല്ലാത്തിനും നന്ദി. ഓക്കെ, അപ്പൊ നമുക്ക് താങ്ക് യു മാം. എല്ലാം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും വിട്ടുവരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം. മനോഹർലാൽ സാർ, അതുപോലെ ജോസഫ് ജോൺ സാർ. മനോഹർലാൽ സാറിലേക്ക് എത്തിച്ചത് ജോസഫ് ജോൺ സാറാണ്. സാറിനെ എനിക്കും വളരെ പരിചയമാണ്. ഞങ്ങളുടെ സൺഡേ ഇന്നത്തെ പാട്ടുവിശേഷം സാറിൻ്റെ മാത്രമാണ്. അത് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തത് തന്നെ. അപ്പോൾ അതുകൊണ്ടും ജോസഫ് ജോൺ സാറിനോട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ലാൽ സാറിനും പ്രത്യേകം. പിന്നെ ഞങ്ങളുടെ ക്ഷേമം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇവിടുത്തെ ഒരാളാണ് ഷാജി സാർ. സോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നാളെ നമുക്ക് ജോസഫ് ജോൺ സാറിൻ്റെ ഭാഗമായിട്ട് ഡേ 2 ഉണ്ടാവും. അടുത്ത ഞായറാഴ്ച വരെ നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാം. സോ താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ഗുഡ് നൈറ്റ്. Thank you so much to all of you. ഗുഡ് നൈറ്റ്. Thank you all. താങ്ക് യു ആൾ. Good night all. ഇനിയും നമുക്ക് കാണാം ഇതുപോലുള്ള അവസരം. കുഞ്ഞായി മാസ്റ്റർ ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലും പറഞ്ഞു? ഞാൻ സാറെ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു, പക്ഷെ സമയത്തിന്റെ കുറവുകൊണ്ട് എനിക്ക് സാറിനെ അഭിനന്ദിക്കാനുണ്ടായിരുന്നു. പുതിയൊരു മേഖല സാറിന്റെ ഈ വെബിനാറിലേക്ക് വഴി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിനന്ദന കാര്യമാണ്. സാറിന്റെ വൈദഗ്ധ്യം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള KCTയുടെ ഈ പ്രവർത്തന മേഖല മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ ശ്ലാഘനീയമാണ് സർ. ഇതിപ്പോ നമ്മുടെ അടുത്തുള്ള കോഴിക്കോട് പോയാൽ എവിടെയും കാണുന്നത് വലിയ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളാണ്. മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റലുകൾ വളരെ അപൂർവമാണ്. നേരത്തെ സന്തോഷ് കുമാർ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ മരിച്ചുപോയി. ഇപ്പോഴും ഒരു വിവേക ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ 1-2 ചെറിയ പ്രാക്ടീഷണേഴ്സേ ഉള്ളൂ. അതേ സമയത്ത് ഇത് വലിയൊരു കാര്യമാണ്. മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്ന് ധാരാളം ആളുകൾ ഇതിനെ പറ്റിയുള്ള വിശദീകരണമാണെന്ന് ഈ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ മോഹൻലാൽ സാർ ഇവിടെ അവതരിപ്പിച്ചത് വളരെ നന്ദി സർ, വളരെ നന്ദി. സാറ് രാമനാട്ടിലെ സ്വദേശിയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞാനതിൻ്റെ അടുത്ത് വാഴക്കാട് ചെറുവാടി സ്വദേശിയാണ്. താങ്ക് യു സർ വൺസ് അഗൈൻ ഓൾ. സാബു സാറിന് പ്രത്യേക നന്ദി. സാറിന്റെ ഈ കഴിവിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു സാർ. ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. ഒത്തിരി അങ്ങനെ പറയില്ല സാർ, അഹങ്കരിച്ചു പോകും. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ. Thank you. Thank you, sir. See you and good night. നാളെ നമുക്ക് വീണ്ടും കാണാം. See you. Bye. Thank you, sir.